السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. നമ്മൾ ഇന്നലെ 48 വരെയാണ് കണ്ടത്. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിൻ്റെ അടുത്ത് പ്രത്യേകം ബനി ഇസ്രായേലിനെ അഡ്രസ്സ് ചെയ്തിട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്തുകളെ ഓർമ്മിപ്പിച്ചതായിട്ടാണ് കണ്ടത്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ആരാധനയിലേക്ക്, അതായത് തൗഹീദിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതിലേക്കും ഖുർആനിൽ വിശ്വസിക്കുന്നതിലേക്കും ഒക്കെ ക്ഷണിക്കുകയായിരുന്നു അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ബനി ഇസ്രായേലിന് മാത്രം സ്പെഷ്യലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഡ്രസ്സ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അവരായിരുന്നു നമ്മളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഉമ്മത്ത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത ഉമ്മത്തായിരുന്നു അവർ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിഞ്ഞ ഒരു ഉമ്മത്തായിരുന്നു. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് ഫോളോ ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കപ്പെട്ട ഒരു ഉമ്മത്തും കൂടിയായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ എന്തായി വീഴ്ച പറ്റിയില്ലേ, അവർക്ക് വീഴ്ച പറ്റി. അവര് ഫോളോ ചെയ്തുമില്ല, മര്യാദയ്ക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആ ഉത്തരവാദിത്തം എടുത്തു കളഞ്ഞു അല്ലെ. അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പം ഇനി വരുന്ന ആയത്തുകളിൽ നമ്മൾ ഈ പറഞ്ഞ നിഅമത്തുകൾ അല്ലെ, ഇതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിഅമത്ത് ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ ഓരോ നിഅമത്തുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കഴിഞ്ഞ ആയത്തുകളിൽ ഉദ്കുറു നിഅമതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് തന്ന അല്ലെങ്കിൽ എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. അപ്പം എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് നമ്മൾ ചെറുതായിട്ട്, അതായത് ആയത്ത് 40 അതായത് ബനി ഇസ്രായേലിന്റെ ആയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആരാണ് ബനി ഇസ്രായേൽ? അതായത് യാക്കൂബ് അലൈഹിസ്ലാമിന്റെ സന്തതി പരമ്പര. യാക്കൂബ് അലൈഹി ഇസ്ലാമാണ് ഇസ്രായേൽ എന്നറിയപ്പെട്ടത്. അവര് പലസ്തീനിലായിരുന്നു. പിന്നെ അവരെങ്ങനെയാണ് ഈജിപ്തിലെത്തിയത്? റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആദ്യമായിട്ട് കേൾക്കുന്നവർ അതൊന്നും കൂടെ പോയി കേൾക്കാം. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥ നമ്മൾ കേട്ടു. ഈജിപ്തിൽ വെച്ചിട്ട് പിന്നെ എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് അവര് ഈജിപ്ഷ്യൻസിന് അടിമകളായി മാറിയത്, അതൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതിന്റെ ഒരു റീസണും നമ്മൾ കണ്ടിരുന്നു. ഇനി വേറൊരു റീസൺ, അവർ ഈജിപ്ഷ്യൻസിന് അടിമകളാവാനുള്ള വേറൊരു റീസൺ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസ് അവരെ അടിമകളാക്കാനുള്ള വേറൊരു റീസൺ, അത് നമ്മൾ കഴിഞ്ഞ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയാത്തൊരു കാരണം എന്ന് വെച്ചാൽ, ബനി ഇസ്രായേൽ, അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അവർ നല്ല രീതിയിൽ ദീനൊക്കെ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരായിരുന്നു. പക്ഷെ കാലം പോകെ അവർ ദീനൊക്കെ മറന്ന് അവർ കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പങ്ങളൊക്കെ അവർ ദീനിനെ മറന്നുകൊണ്ട് പലതും ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം അവര് എൽമിന്റെ ആളുകളാണ്, എന്താണ്, ദീൻ അറിയുന്ന ആൾക്കാരാണ് അല്ലെ. പക്ഷെ ദീൻ അറിയുന്ന ആൾക്കാര് കറപ്റ്റഡ് ആയാല്, കുഴപ്പക്കാരായാല് അത് സാധാരണക്കാരാവുന്നതിനേക്കാളും മോശമാണ് അല്ലെ. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കാണുന്നത്, ശരിക്കും ദീനിന്റെ തലപ്പത്തിരിക്കുന്നവര് കറപ്ഷൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണക്കാരെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇവര് എന്ത് ചെയ്യുമ്പോഴും അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൂഫ് കൊണ്ടുവരും അല്ലെ. കാരണം പ്രൂഫ് വളച്ചൊടിക്കാൻ മടിയില്ലാത്ത കൂട്ടരാണ് ഈ ബനി ഇസ്രായേൽ. അതായത് ബനി ഇസ്രായേൽ പണ്ഡിതന്മാരുടെ കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കിതാബിനെ എങ്ങനെയാണ് എടുത്തത് നമ്മൾ പറഞ്ഞു അല്ലെ. അവര് കിതാബിൽ മായ്ച്ചു കളയും മാറ്റി കുറിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പം ഇവര് ദീനുള്ളവര് കുഴപ്പം പിടിച്ച ആൾക്കാരായപ്പോ ദീൻ മറന്ന് വേറൊരു രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം അത് സാധാരണക്കാൾ മാറിയതിനേക്കാളും അപ്പുറത്തുള്ള ഒരു അവസ്ഥയായി. അപ്പം വളരെ മോശപ്പെട്ട അവസ്ഥയായി അവരുടെ സ്വഭാവം, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അങ്ങനെ ഇവര് ഈജിപ്ഷ്യൻസിന്, അതായത് ഈജിപ്ഷ്യൻസ് ശരിക്കും ഇവർക്ക് ഒരു അഭയം കൊടുത്തതാണ് അല്ലെ ബനി ഇസ്രായേലിന്. അങ്ങനെ ബനി ഇസ്രായേൽ അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റം കാരണം, അവരുടെ ദീനിലുള്ള മാറ്റം കാരണം അവർ ഈജിപ്ഷ്യൻസിന് ഒരു ഭാരമായിട്ട് മാറി. ഈജിപ്ഷ്യൻസിന് ഇവരെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് വേണം പറയാൻ. അങ്ങനെ ആയപ്പം എന്തായി, ഈജിപ്ഷ്യൻസ് ആണല്ലോ അവിടുത്തെ ഭരണാധികാരികൾ, അവരുടെ നാടല്ല. അങ്ങനെ അവര് ബനി ഇസ്രായേലിനെ അടിമകളാക്കി എന്നും പറയുന്നത് വേറൊരു റീസൺ ആയിട്ട് പറയുന്നുണ്ട്.
ഓക്കെ. പിന്നെ അതിനുശേഷം ഫിറഔൻ, അതായത് ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ അവരെ അടിമപ്പെടുത്തി ഒരുപാട് പീഡനങ്ങൾക്കൊക്കെ ഇരയാക്കി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെ അവരുടെ സഹായത്തിനായിട്ട്, അവരുടെ ഹിദായത്തിനായിട്ട് അയക്കുകയുണ്ടായി അല്ലെ, അവരെ ഫിറഔനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ആയത്തുകളിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സേവ് ചെയ്തത്, എങ്ങനെയാണ് അവർക്ക് ഹിദായത്ത് കൊടുത്തത്, അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. ആൻഡ് എപ്പോഴും പറയുന്നത് പോലെ ഈ ആയത്തുകൾ പഠിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മളെ തന്നെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ പ്രവർത്തികൾ എന്തൊക്കെയാണ്, നമ്മളുടെ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടോ, ഈ തെറ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ആൻഡ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ഇന്ന് 49ാമത്തെ ആയത്ത് മാത്രമേ ഉള്ളൂ, ഇത്തിരി ഒരു വിശദീകരണം അർഹിക്കുന്ന ഒരു ആയത്താണ്, അതുകൊണ്ട് നമുക്ക് ഒരായത്ത് മാത്രം എടുക്കാം ഇൻഷാ അല്ലാഹ്. 49ാമത്തെ ആയത്തിൽ പറയുന്നത്, ട്രാൻസ്ലേഷൻ നോക്കാം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. ഫിറഔന്റെ ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിച്ചത് ഓർക്കുക. ആൺകുട്ടികളെ അറുകൊല ചെയ്തും പെൺകുട്ടികളെ ജീവിക്കാൻ വിട്ടും അവൻ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള കടുത്ത പരീക്ഷണം ഉണ്ടായിരുന്നു. വേർഡ് അനാലിസിസ് നോക്കാം ഇൻഷാ അല്ലാഹ്. വഇദ് നജൈനാക്കും, നിങ്ങളെ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, ഇസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചത്, ആ കാര്യം നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. നൂൻ ജീം വാവ്, ഓക്കെ, രക്ഷപ്പെടുത്തിയത്, സഹായിച്ചത്, സേവ് ചെയ്തത് എന്നൊക്കെ. മിൻ ആലി, ആൾക്കാരിൽ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ നിന്ന്, ആല് ആൾക്കാര്. ആരുടെ ആൾക്കാര്? ഫിറഔനിന്റെ ആൾക്കാരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സംഭവം. നമ്മൾക്ക് നജീന, നാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ, നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ തന്നെ ബഹുവചനത്തിൽ റെഫർ ചെയ്യുന്നത്. കും, നിങ്ങളെ എല്ലാവരെയും. ക ആണെങ്കിൽ നിന്നെ, കും നിങ്ങളെ എല്ലാവരെയും. യസൂമൂനക്കും, എന്താണ്, അവർ നിങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ആദ്യത്തിൽ യായും അവസാനം വാവ്നൂനും ഉണ്ട്, അതുകൊണ്ടാണ് അവർ എന്ന് വരുന്നത്. യസൂമു ആണെങ്കിൽ അവൻ എന്നായിരുന്നേ, അവസാനം വാവ്നൂൻ വന്നതുകൊണ്ടാണ് അത് പ്ലൂറൽ ആവുന്നത്. കും, നിങ്ങളെ എല്ലാവരെയും. വീണ്ടും സൂ എന്ന് വെച്ചാൽ കഠിനമായത്, ഹൊറിബിൾ, വളരെ മോശപ്പെട്ടത്. അൽ അസാബ്, ശിക്ഷ. ഓക്കെ. യുദബ്ബിഹൂന ദാല് ബ ഹ, അറുത്തു കളയ. ഇവിടെയും അവസാനം യാവും ആദ്യം യാവും അവസാനം വാവ്നൂനും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ എന്ന് വന്നത്. യുദബ്ബിഹു ആണെങ്കിൽ അവൻ എന്നായിരുന്നേനെ, വാവ്നൂൻ വന്നതുകൊണ്ടാണ് അത് പ്ലൂറൽ ആയത്, അവർ ആയത്. അബ്നാഅക്കും, അബ്നാ ബാ നൂൻ യാ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള റൂട്ടാണ്. യാ ബനി ഇസ്രായേൽ അല്ലെ, അവിടെയും ഇതേ റൂട്ടായിരുന്നു. അബ്നാഅക്കും, നിങ്ങളുടെ മക്കൾ. വയസ്തഹ്യൂന, അവർ ജീവിക്കാൻ വിട്ടു. ഇവിടെയും യാ ആദ്യം വാവ്നൂൻ അവസാനമുണ്ട്, അതുകൊണ്ടാണ് വാവ് എന്താണ് അവർ എന്ന് വന്നത്. പിന്നെ ഹ യാ ആണ് റൂട്ട്. ഈ റൂട്ട് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. അപ്പം അവർ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള അർത്ഥം. നിസാഅക്കും, നിസാ സ്ത്രീകൾ, കും നിങ്ങളുടെ. ഓക്കെ. വഫീ ദാലിക്കും, അതിൽ ഉണ്ട്. ബലാഉൻ എന്ന് വെച്ചാൽ പരീക്ഷണം. ബ ലാം വാവ്. മിർ റബ്ബിക്കും, മിൻ നിന്ന്, റബ്ബ് കും നിങ്ങളുടെ, അപ്പൊ നിങ്ങളുടെ റബ്ബിൽ നിന്ന്. അദീം, മഹത്തായ, അർത്ഥം അവിടെ കോപ്പി ചെയ്തിട്ടില്ല, മഹത്തായ ഒരു പരീക്ഷണം ഉണ്ട്. നമുക്ക് തഫ്സീർ നോക്കാം ഇൻഷാ അല്ലാഹ്. വഇദ് നജൈനാക്കും, അതായത് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. മിൻ ആലി ഫിറഔന, ഓക്കെ, ഫിറഔന്റെ ആളുകളിൽ നിന്ന്. ഇദ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഉസ്കുറു ഇദ്, അത് സംഭവിച്ച കാര്യം നിങ്ങൾ ഓർക്കുക. അല്ലയോ ബനി ഇസ്രായേലിലെ അല്ലെ, കാരണം ബനി ഇസ്രായേലിനെ ഓൾറെഡി അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു വെച്ചിട്ടുണ്ട്, യാ ബനി ഇസ്രായേൽ. അപ്പം അള്ളാഹു പറയാണ് ഉസ്കുറു ഇദ്, നിങ്ങൾ ആ സംഭവിച്ച കാര്യം ഓർക്കുക. അള്ളാഹു പറയുന്നല്ലേ, ഖുറൂ നിഅമതി, ഞാൻ നിങ്ങൾക്ക് തന്ന വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നൊന്നായിട്ട് എടുത്ത് പറയാൻ പോവാണ് അല്ലെ. നജൈനാക്കും, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി, ഞാൻ നിങ്ങളെ സേവ് ചെയ്തു. എവിടുന്ന്?
ആലി ഫിറഔൻ, ഫിറഔന്റെ ആളുകളിൽ നിന്ന്. നജീന എന്ന് പറയുന്ന വാക്കിന്റെ റൂട്ട് നൂൻ ജീം വാവ്, നജാത്ത്. നജാത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. ഓക്കെ, അപ്പം ആരെങ്കിലും എന്തെങ്കിലും പ്രയാസത്തിലായിരിക്കുമ്പോൾ, എന്തെങ്കിലും ട്രബിളിൽ പെട്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് രക്ഷപ്പെടുത്തുന്നതിനാണ് എന്താണ് നജാത്ത് എന്ന് പറയുന്നത്. അപ്പം അവരെന്താണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്? അടിമത്വം, അല്ലെ? ഈജിപ്ഷ്യൻസിന്റെ അടിമകളായി മാറിയിട്ടുണ്ടായിരുന്നു ബനി ഇസ്രായേൽ. അത് കാരണമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ആരുടെ കൈക്ക്? ഫിറൗന്റെയും ആളുകളുടെയും കയ്യിൽ നിന്ന്, അല്ലെ? അപ്പം ഇസ് നജീന, ഞാൻ നിങ്ങളെ രക്ഷിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക. ആരിൽ നിന്ന്? മിൻ ആലി ഫിറഔൻ, ഫിറഔനിന്റെ ആൾക്കാരിൽ നിന്ന്. ആൽ എന്നുള്ള വാക്ക് നമുക്ക് അറിയാം, അല്ലെ? ആൽ എന്ന് പറഞ്ഞാല് കുടുംബം അല്ലെങ്കിൽ ഫോളോവേഴ്സ്, ഏതെങ്കിലും ഒരാളെ പിന്തുടരുന്ന ആൾക്കാർ, ഫോളോ ചെയ്യുന്ന ആളുകളാണ് ആൽ എന്ന് പറയുന്നത്. നമ്മള് സ്വലാത്തിൽ, അല്ലെ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ. അതേപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം. ഇവിടുത്തെ ആൽ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ കുടുംബം. പക്ഷെ കുടുംബം മാത്രമല്ല, അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അവരുടെ ആൾക്കാർ. അതായത് ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം മാത്രമല്ല വരുന്നത്. കുടുംബം, സ്വഹാബിമാര്, ആരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചോ അവരെല്ലാം, അതായത് ഇന്ന് വരെ ആരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകാവസാനം വരെ ആരൊക്കെ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്നു, അവരൊക്കെ പെടും എന്തില്? ആലില്. അപ്പം ഫിറഔന്റെ ആൽ എന്ന് പറയുന്നത്, ആലി ഫിറഔൻ എന്ന് പറയുന്നത് എന്താണ്? ഫിറൗന്റെ ആളുകള്, ഫിറൗന്റെ രാഷ്ട്രം, ഫിറൗനും ഫിറൗന്റെ കുടുംബവും ഫിറൗന്റെ ആർമിയും ഫിറൗന്റെ ആൾക്കാരും എല്ലാം, ഫിറൗനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും. ഓക്കെ, അവര് എന്താ അറിയപ്പെട്ടിരുന്നത് വെച്ചാല് ഖിബ്തികൾ. ഓക്കെ, ഖിബ്ത്ത്, ഖാഫ് ബ ത. അപ്പം അവര് ഖിബ്തുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പിന്നെ ഫിറഔൻ എന്നുള്ള പേര് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളുടെ പേരല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക രാജാവിന്റെ പേരല്ല. അത് ഫിറഔൻ എന്ന് പറയുന്നത് ആ പുരാതന കാലത്ത് ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ സ്ഥാന പേരാണ് ഫിറഔൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാരെയും ഫിറഔൻ തന്നെയാണ് പറയപ്പെടുക. ഓരോരുത്തർക്കും വേറെ വേറെ പേരുകൾ ഉണ്ടാവും. അവരുടെ ആ ഒരു ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ സ്ഥാന പേരാണ് ഫിറഔൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ മതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വിഗ്രഹാരാധനയുടെ ആൾക്കാരായിരുന്നു, ബഹുദൈവ വിശ്വാസികളായിരുന്നു. മാത്രമല്ല, ഈ ഈജിപ്ഷ്യൻസ് അവരുടെ രാജാവായ ഫിറഔൻ, അതായത് ഓരോ സമയത്തും അവരുടെ രാജാവ് ആരാണോ അവരെ ജസ്റ്റ് അവരുടെ ഒരു രാഷ്ട്രത്തിന്റെ തലവൻ, ഭരണാധികാരിയായിട്ട് മാത്രമല്ല കണ്ടത്, അവരുടെ റിലീജിയസ് അധികാരിയായിട്ടും കൂടെയാണ് ഈജിപ്ഷ്യൻസ് കണ്ടത്. ഓക്കെ, അവരെ എന്താണ് അവരുടെ ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായിട്ടാണ്. ആരെങ്കിലും ഹാൻഡ് റേസ് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും ആവശ്യത്തിന് റേസ് ചെയ്യണോ? കേൾക്കുന്നില്ലേ ക്ലാസ്? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ദൈവത്തിന്റെ അവതാരമായിട്ടാണ് അവരുടെ ഫിറഔനെ അല്ലെങ്കിൽ ഭരണാധികാരികളെ ഈജിപ്ഷ്യൻസ് കണ്ടത്. ഓക്കെ, മാത്രമല്ല അവർക്ക് ദൈവികമായ എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടെന്നും കൂടെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മിൻ ആലി ഫിറഔൻ എന്ന് പറയുമ്പം ഫിറൗന്റെ ആളുകൾ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പം ഫിറൗൻ നമുക്കറിയാം എന്താ, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ റബ്ബാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളായിരുന്നു. അങ്ങനെ അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം ഫിറഔന്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു എന്ന് ബനി ഇസ്രായേലിന്റെ അടുത്ത് പറയാണ്. അപ്പം എന്തുകൊണ്ടാണ് അവരെ രക്ഷിക്കേണ്ടി വന്നത്? എന്തായിരുന്നു അവരുടെ സാഹചര്യം? കാരണം അവര് ഒരുപാട് പീഡനങ്ങളിലായിരുന്നു, അല്ലെ? ഈജിപ്ഷ്യൻസ് അവരെ അടിമകളാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള പണികൾ, എന്നുവെച്ചാൽ മാനുവൽ ലേബർ, അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഫിറഔൻ, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഫിറഔന് ആർക്കിടെക്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് വലിയ വലിയ ബിൽഡിങ്ങുകൾ, നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ അല്ലെ, ഈജിപ്ഷ്യൻസ് ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കര എക്സ്പേർട്സ് ആണ്, ആർക്കിടെക്ചറിന്റെ കാര്യത്തിലും കലയാണെങ്കിലും ടെക്നോളജി ആണെങ്കിലും എല്ലാ കാര്യത്തിലും. അപ്പം ഈ ഫിറഔന് പ്രത്യേകം ആർക്കിടെക്ചറിനോടൊക്കെ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പണികളൊക്കെ ബനി ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. അവര് അടിമകളാണല്ലോ, എന്ത് പറഞ്ഞാലും ചെയ്യാലോ, അല്ലെ? അങ്ങനെ ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടിമകളാണെങ്കിൽ അതൊരു പൈസ കൊടുക്കാതെ
അറിയാതെ ചെയ്യിപ്പിക്കുന്ന അടിമപ്പണി തന്നെയായിരുന്നു. അപ്പം അതുപോലെയുള്ള പലതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പം ഇന്ന് തന്നെ ഇപ്പോഴും ഈജിപ്തിൽ അവശേഷിപ്പുകളുള്ള പിരമിഡുകള്, പലതരത്തിലുള്ള ഈജിപ്ഷ്യൻസിന്റെ ആർക്കിടെക്ചർ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ പലതരത്തിലുള്ള അവരുടെ ആർക്കിടെക്ചേഴ്സ് എല്ലാം ഇപ്പോഴും അന്ന് അവർ ചെയ്തതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈജിപ്തിൽ. സുബ്ഹാനല്ലാഹ്. അപ്പം ഫിറഔൻ ഇതെല്ലാം ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചത്? ബനി ഇസ്രായേലിനെ അടിമകളാക്കി വെച്ച് അവരെ കൊണ്ട് എല്ലാം ചെയ്യിക്കുമായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ടോർച്ചറുകൾ, പീഡനങ്ങളിൽ നിന്ന് മിൻ ആലി ഫിറഔൻ അല്ലെ, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷിച്ചു. അപ്പം എന്തൊക്കെയാണ് പീഡനങ്ങൾ എന്നാണ് ഇനി പറയുന്നത്. യസൂമൂനക്കും സൂഅൽ അദാബ്. ഓക്കെ, കാരണം അവര് നിങ്ങളുടെ മേൽ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു നിങ്ങളുടെ മേല് നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. വാക്കുകൾ ഓരോന്നായിട്ട് നോക്കാം. യസൂമൂന പറയുന്ന വാക്ക് സീൻ വാവ് മീം, സൗം. സൗം പറഞ്ഞാല് വാക്കർത്ഥം എന്ന് പറയുന്നത് റായി. റായി എന്ന് പറഞ്ഞാല് മൃഗങ്ങളെ നമ്മൾ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകില്ലേ, ഒരു ഓപ്പൺ സ്പേസിൽ, പുല്ലൊക്കെ മേഞ്ഞ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങളെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനാണ് സൗം എന്ന് പറയുന്നത്. അവിടെ അവർക്ക് മേഞ്ഞ് അവർക്ക് വേണ്ടതൊക്കെ കഴിക്കാം അല്ലെ. ഇതേ റൂട്ടിൽ നിന്ന് വരുന്ന വേറൊരു വാക്കാണ് സായിമ. സായിമ എന്ന് പറഞ്ഞാൽ അവരെ മേയ്ക്കാൻ കൊണ്ടുവന്ന ആള്, നമ്മൾ ഷെഫേർഡ് അല്ലെങ്കിൽ ആട്ടിടയൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആ ഒരു വാക്കാണ് സായിമ. ആരാണോ ഈ മേയ്ക്കാൻ കൊണ്ടുവന്ന മൃഗങ്ങളെ നോക്കി നടത്തുന്നത്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഈ കന്നുകാലികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് എന്തിനാണ്? അവരെന്തോ തേടി പോവാണ് അല്ലെ, അതായത് അവരുടെ ഭക്ഷണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവര് പോകുന്നത്. അപ്പം മൃഗങ്ങളെ അവർക്ക് ഭക്ഷണം തേടാൻ വേണ്ടി മേയ്ക്കാൻ കൊണ്ടുപോകുന്നതിന് എന്ന അർത്ഥം വരുന്ന മേയ്ക്കാൻ എന്നുള്ള അല്ലെങ്കിൽ മേയാൻ കൊണ്ടുപോകുന്ന എന്നുള്ള അർത്ഥം ഉള്ള വാക്കാണ് സൗം എന്ന് പറയുന്നത്. ഇനി ഇതേ വാക്കിൽ നിന്ന് തന്നെ വരുന്ന ഇതേ വാക്കിന് തന്നെ വരുന്ന വേറൊരു അർത്ഥമാണ്. അതിപ്പം നമ്മൾ പറഞ്ഞില്ലേ, അവരെന്തിനാ പോകുന്നത്? ഭക്ഷണം തേടിയാ പോകുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പെർസ്യൂ അല്ലെങ്കിൽ പിന്തുടരുക, തേടുക, എന്തിൻ്റെങ്കിലും പിന്നാലെ പോവുക എന്നുള്ള അർത്ഥവും കൂടെ സൗമിന് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സൗം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അവരുടെ മുകളിൽ, അതായത് ബനി ഇസ്രായേലിന്റെ മുകളിൽ വളരെ പ്രയാസപ്പെട്ട പണികൾ അവരുടെ മേല് അടിച്ചേൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മള് ഇപ്പം മൃഗങ്ങള് ചില ഫാമിലൊക്കെ വർക്ക് ചെയ്യുന്നത്, പക്ഷെ ഇന്നത്തെ കാലത്ത് അത് വലിയ കാഴ്ചയൊന്നായിട്ട് കാണാറുണ്ടാവില്ല, എന്നാലും വല്ല വീഡിയോസിലൊക്കെ കാണാൻ പറ്റും ആ കാര്യം. അതായത് അവര് മേയാൻ വേണ്ടി പോകുന്നതല്ല, അവരെ എന്തെങ്കിലും പണികൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കാളകളെ ഈ ഗോതമ്പൊക്കെ മെതിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു നടുവിൽ ഒരു തൂണ് വെച്ചിട്ട് അതിന് ചുറ്റും കയറ് കെട്ടിയിട്ട് അപ്പൊ കാളകൾ ഇങ്ങനെ ഓടിച്ച് അവരിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഗോതമ്പ് അങ്ങനെയുള്ള ക്രോപ്പുകളൊക്കെ മെതിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാഴ്ചകൾ അതൊന്നും ഇന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ മൃഗങ്ങളെ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ കഴുതകളെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ലോഡ്, അതായത് അവർക്ക് അങ്ങനെ പറയാറ് തന്നെ ഉണ്ട് അല്ലെ, ഭാരം വഹിക്കുന്ന കഴുതകൾ. അവർക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം അവരുടെ പുറത്ത് കെട്ടിവെക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാറുണ്ട്. അപ്പം ഈ ഒരു കാളയുടെ കാര്യം പറയുമ്പോൾ മണിക്കൂറുകളോളം ഈ ഒരു പോളിന് ചുറ്റും നടന്നത് നിർത്താതെ നടന്നിട്ടാണ് ആ ഒരു ഗോതമ്പൊക്കെ മെതിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ മൃഗങ്ങള് ഇത്തരത്തില് അബ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അതായത് ഒരുപാട് ഹാർഡ് വർക്ക്, ഭയങ്കര ചൂടില് സൂര്യൻ നല്ല വെയിലുള്ള സമയത്ത് അവർക്ക് അവരുടെ സമ്മതമൊന്നും എടുക്കാനില്ലല്ലോ അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സൗം എന്ന് പറയും. അതായത് അവരുടെ അനുവാദം എടുക്കാത്ത രീതിയിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത ലേബർ പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ യസൂമോനക്കും സുവാൽ അദാബ് എന്ന് പറഞ്ഞാല് അവര് മൃഗങ്ങളെ പോലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ കാലികളെ പോലെ കൺസിഡർ ചെയ്ത് അവര് ട്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ അവരെ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ, മേയാൻ വേണ്ടി പോവാന്ന്. അപ്പം ഇവരെ ഇവരെ മേയിച്ചിട്ട് എന്താണ് അവരെ കൊണ്ട് തീറ്റിച്ചത്? വളരെ മോശപ്പെട്ട അദാബ്, ശിക്ഷ. അതിൽ എന്തെങ്കിലും ഒന്ന് തേടിയിട്ടാണ് മേയാൻ പോവാന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇവിടെ അവര് മേയാൻ പോയിട്ട് എന്താണ് അവർക്ക് കഴിക്കാൻ പറ്റിയത്? ശിക്ഷയാണ്. ആ ഒരു ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു അർത്ഥവും കൂടെ ഇവിടെയുണ്ട്. അപ്പം അവര് ഇങ്ങനെ ഇത്തരത്തില് കഠിനമായിട്ട് മേയ്ക്കാൻ കൊണ്ടുപോവുകയും ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അതികഠിനമായ ശിക്ഷയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സൂ എന്ന് പറഞ്ഞാൽ സീൻ വാവ് ഹംസ. ഓക്കെ,
സൂ എന്ന് പറഞ്ഞാല് ഏതൊരാളെയും വളരെ വിഷമിപ്പിക്കുന്ന എന്തൊരു കാര്യവും, അത് എന്ത് കാര്യവും ആവാം, ഒരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാവാം, മാനസികമായിട്ടുള്ള പ്രയാസമാവാം, എന്തും അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനുമാണ് സൂ എന്ന് പറയുന്നത്. അദാബ് നമുക്കറിയാം, ഐൻ ദാൽ ബ, ശിക്ഷ അല്ലെ. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് വളരെ പ്രയാസമുള്ള ഒരു പണി കൊടുക്കുക, അയാൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പകരമായിട്ട് അല്ലെ, അയാൾ ചെയ്ത എന്തെങ്കിലും ഒരു തിന്മയ്ക്ക് പകരമായിട്ട് അയാൾക്ക് വളരെ പ്രയാസപ്പെട്ട ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കുന്നതിനാണ് ശിക്ഷ എന്ന് പറയുന്നത്. പക്ഷെ അദാബ് എന്നുള്ള വാക്കിന് അറബിയിൽ പണിഷ്മെന്റ് എന്ന് മാത്രമല്ല പീഡനം എന്നും കൂടെ അർത്ഥമുണ്ട്. പണിഷ്മെന്റും പീഡനവും തമ്മിൽ, അല്ലെങ്കിൽ ശിക്ഷയും പീഡനവും തമ്മിൽ എന്താ വ്യത്യാസം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ശിക്ഷ എന്ന് പറയുന്നത് ഒരാള് ഒരു തെറ്റ് ചെയ്താൽ അതിന് കിട്ടുന്നതാണ്. പക്ഷെ പീഡനം എന്ന് പറയുന്നത് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാത്ത ഒരാൾക്കും വേണമെങ്കിൽ ലഭിക്കാം. ഓക്കെ, അപ്പം അദാബ് ഇവിടെ അദാബ് യൂസ് ചെയ്തിരിക്കുന്നത് പീഡനം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അവര് ഇന്നസെന്റ് ആയിട്ടുള്ള അവരെ ഇതുപോലെ ഒരുപാട് കഠിനമായിട്ടുള്ള പ്രയാസങ്ങൾ കൊടുത്ത് അവരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലൂടെയാണ് അവര് കടന്നു പോയത്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നിർത്താത്ത പണികൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അതും പോരാണ്ട് പിന്നെ യുദബിഹൂന അബ്നാഅക്കും, അപ്പൊ ആദ്യം അവരെ കൊണ്ട് പണിയെടുപ്പിച്ചതും ശിക്ഷിച്ചതും പ്രയാസപ്പെടുത്തിയതും ഒക്കെ പറഞ്ഞു. പിന്നെ എന്താണ് യുദബിഹൂന അബ്നാഅക്കും, യുദബിഹൂൻ ദാൽ ബ ഹ, ദിബ്ഹ്, ദിബ്ഹ്, ദബീഹ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് അറവിന്, മൃഗങ്ങളെ അറക്കുന്നതിന് ദബീഹ എന്ന് പറയും. അപ്പൊ ദിബ്ഹ എന്ന് പറഞ്ഞാല് എന്താണ്, അറവാണ്. ദബ്ബഹ യുദബ്ബിഹു തദ്ബീഹ്, തദ്ബീഹ്. ഇവിടെ ഈ അറവിന് കുറച്ചുകൂടെ പ്രത്യേകതകളുണ്ട്. കാരണം ഇവിടെ ശ്രദ്ധയുണ്ട് അല്ലെ. ദബ്ബഹ യുദബ്ബിഹു എന്നൊക്കെ പറയുമ്പം ശ്രദ്ധയുണ്ട്. ശ്രദ്ധയാവുമ്പോൾ വാക്കിന് കടുപ്പം കൂടും. അതായത് വളരെ സാധാരണഗതിയിലുള്ള അറവല്ല, വളരെ ക്രൂരമായിട്ടുള്ള അറവ്. ഒരു സാധാരണ സ്ലോട്ടർ അല്ല, വെറുതെ ഒരു എന്താണ് ഒരാളെ കഴുത്തിന് കത്തി വെച്ച് കൊല്ലലല്ല, അതിക്രൂരമായിട്ടുള്ള അറവായിരുന്നു. മാത്രമല്ല കുറച്ചൊന്നുമല്ല, ഒരുപാട് ആളുകളെ, എണ്ണം വളരെ കൂടുതലായിരുന്നു. ഓക്കെ, ശ്രദ്ധ വരുമ്പം ഇതുപോലെ അർത്ഥത്തിന് കടുപ്പം വരും. ഭയങ്കര അതിക്രൂരമായ അറവായിരുന്നു. പ്ലസ് ഒരുപാട് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യാന്നൊക്കെ പറയില്ലേ, അതേപോലെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം യുദബിഹൂന, അപ്പൊ അവരാരെയാണ് ഇവിടെ അർത്ഥത്? മൃഗങ്ങളെയാണോ? അല്ല, അബ്നാഅക്കും, അവരുടെ ആൺമക്കളെ, നിങ്ങളുടെ ആൺമക്കളെ. സുബ്ഹാനല്ലാഹ്, ബനി ഇസ്രായേലിന്റെ അല്ലെ കൂട്ടക്കൊല, കൂട്ട അറവാണ് അവരവിടെ നടത്തിയത്. അബ്നാ എന്ന് പറയുന്ന വാക്ക് ഇബ്നിന്റെ പ്ലൂറലാണ്. നമ്മൾ ബനീൻ മുമ്പ് കണ്ടിരുന്നു അല്ലെ. യാ ബനി ഇസ്രായേൽ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നു ബനീൻ എന്ന് പറയുന്നത് ഇബ്നിന്റെ പ്ലൂറലാണ്. അബ്നാവും ഇബ്നിന്റെ പ്ലൂറൽ തന്നെയാണ്. അബ്നാ ബനീന് രണ്ടും പ്ലൂറലാണ് ഇബ്നിന്റെ. അപ്പം അവര് നിങ്ങളുടെ മക്കളെ അറക്കുകയായിരുന്നു, ആൺമക്കളെ. എങ്ങനെ? മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ അല്ലെ, മൃഗങ്ങളെ കൊല്ലുന്ന പോലെ കഴുത്തിന് കത്തി വെച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ടാണ് അവരെ കൊന്നത്. അപ്പൊ നിങ്ങളുടെ ആൺമക്കൾ അത്തരത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. സൂറത്ത് അറാഫില് 140 ആയത്തില് ഇതേ കാര്യം യുഖാത്തിലൂന എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പം അവര് കൊല്ലപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ അവരെ കൊന്നിരുന്നു. അപ്പം വേറെ ഏതോ രീതിയിലും അവരെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അറുത്തും കൊന്നിരുന്നു, മൃഗങ്ങളെ അറക്കുന്ന പോലെ കഴുത്ത് അറുത്തിട്ടും കൊന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആൺമക്കളെ വേറെ ഏതോ ഒരു രീതിയിലും കൂടെ കൊന്നിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം യുദബ്ബിഹൂന അബ്നാഅക്കും. അതിന്റെ കൂടെ അവർ ചെയ്ത വേറൊരു കാര്യം എന്താ? വയസ്തഹ്യൂന നിസാഅക്കും, അവര് നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിട്ടു. ഹ യാ യാ, ഓക്കെ, റൂട്ട് ഹ യാ യാ. നമ്മൾ മുമ്പ് യസ്തഹി എന്നുള്ള വാക്ക് പഠിച്ചിരുന്നു അല്ലെ. ഇന്നല്ലാഹ യസ്തഹി. അവിടെ അതും ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. യസ്തഹി എന്ന് പറയുന്ന രണ്ടും റൂട്ട് സെയിം ആണ്, ഹയായ. യസ്തഹി എന്നുള്ള വാക്ക് ഹയാനിൽ വരുന്നതാണ്. ഹയ എന്ന് വെച്ചാൽ ലജ്ജ. അല്ലാഹു സുബ്ഹാനഹു വതആല ലജ്ജിക്കുന്നില്ല എന്നല്ലേ കൊതുകിനെ ഉദാഹരണമാക്കി എടുക്കാൻ. അപ്പോൾ അത് ഹയായിൽ നിന്ന് വരുന്നതാണ്. ഇവിടുത്തെ യസ്തഹ്യൂന എന്ന് പറയുന്നത് ഹയാത്തിൽ നിന്ന് വരുന്നതാണ്. ജീവിതം എന്നർത്ഥം വരുന്ന ഹയാത്ത്, മറ്റേത് ലജ്ജ എന്നർത്ഥം വരുന്ന ഹയാ. രണ്ടിന്റെയും റൂട്ട് സെയിം ആണ്. അപ്പം ഹയാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അല്ലെ. അപ്പം ഇസ്തിഹ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ജീവിക്കാൻ അനുവദിക്കുക, വിട്ടേക്കുക, ജീവിക്കാൻ വിട്ടേക്കുക എന്നുള്ള അർത്ഥം. അപ്പം അവരാരെയാണ് ജീവിക്കാൻ വിട്ടത്? നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ. എന്തിനാ അവര് സ്ത്രീകളെ വെറുതെ ജീവിക്കാൻ വിട്ടത്?
കാരണം സ്ത്രീകൾ ഒന്നാമത് അവർക്ക് യാതൊരു പ്രശ്നം, സ്ത്രീകളിൽ നിന്നൊരു ഭീഷണിയും ഇല്ല അല്ലെ. പുരുഷന്മാരാണ് ഇവർക്ക് മെയിൻ പ്രശ്നം. മാത്രമല്ല പുരുഷന്മാര് കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ എന്താ സംഭവിക്കുക? സ്ത്രീകളുടെ കാര്യത്തില് സ്ത്രീകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടാവും അല്ലെ. കാരണം എന്തെങ്കിലും പ്രതിരോധം ഉണ്ടാവുകയാണെങ്കിൽ അത് പുരുഷന്മാരിൽ നിന്നാണ് ഉണ്ടാവുക. സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് പുരുഷന്മാരാണ്. അപ്പം പുരുഷന്മാര് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകള് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് അവര് സംരക്ഷണമില്ലാതെ ആയി മാറും. സുബ്ഹാനല്ലാഹ്. അപ്പം സമൂഹത്തില് എന്ത് രീതിയിലുള്ള തിന്മകളും നടക്കാം, സ്ത്രീകൾക്കെതിരെ എന്തും നടക്കാം അല്ലെ. അവർക്ക് എന്ത് ഇഷ്ടം പോലെ അവരുടെ ഈ സ്ത്രീകളെ അവർക്ക് ഉപയോഗിക്കാം. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം അവർ ഈ സ്ത്രീകളെ വെറുതെ വിട്ടു. എന്തിന്? അവരുടെ അടിമകളായിട്ടും ജോലിക്കാരായിട്ടും അല്ലെ, അടിമ പെണ്ണുങ്ങളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്ത്രീകളെ വെറുതെ വിട്ടു. അങ്ങനെ ഇത്തരത്തില് ഏതൊക്കെ രീതിയില് ഒരു സമൂഹത്തിനെ, ഒരു ജനതയെ അപമാനിക്കാവോ അങ്ങനെയൊക്കെ ഈജിപ്ഷ്യൻസ്, ഫിറഔന്റെ ആൾക്കാര് ബനി ഇസ്രായേലിനെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ അവരുടെ ആ ഒരു റേസെ, അവരുടെ ഒരു വംശമേ ഉന്മൂലമായിട്ട് നശിപ്പിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. കാരണം ആണുങ്ങളെ കൊന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ ബാക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ, അവർക്ക് സ്വയം ഇതിനെതിരെ എതിർക്കാൻ പറ്റൂല. മാത്രമല്ല പിന്നീട് ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മക്കളൊക്കെ ആരുടെ മക്കളാ? സുബ്ഹാനല്ലാഹ്, കിബ്തികളുടെ മക്കൾ അല്ലെ, ഇസ്രായേലി മക്കളാവൂല. പിന്നീട് ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മക്കളൊക്കെ ഇവരുടെ ലീനേജിൽ, ഇവരുടെ വംശത്തിലാണ് ജനിക്കുന്നത്, ഈജിപ്ഷ്യൻസിന്റെ വംശത്തിലാണ് ജനിക്കുന്നത്. അങ്ങനെ ഈ ഇസ്രായേലിയരുടെ കംപ്ലീറ്റ് അവരുടെ റൂട്ടിൽ നിന്ന് തന്നെ പറിച്ചു കളയാൻ വേണ്ടിയിട്ട്, അവരുടെ എൻറ്റയർ കൗമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫിറഔൻ ഇത് ചെയ്തത്. എന്തിനാണ് ഫിറഔൻ ഇത് ചെയ്തത്? എന്തിനായിരുന്നു ഫിറഔൻ ഇപ്രകാരം ബനി ഇസ്രായേലിനെ നശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത്? ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ഫിറഔന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. അവൻ ഇസ്രായേലില്, അതായത് ഫിറഔൻ കണ്ട സ്വപ്നത്തില് ഒരു ഇസ്രായേലി, അതായത് ബനി ഇസ്രായേലിൽപ്പെട്ട ഒരാള് ഫിറഔന്റെ രാജാധികാരം അല്ലെങ്കിൽ സാമ്രാജ്യം മൊത്തം നശിപ്പിക്കുമെന്നും ഫിറഔനെ തോൽപ്പിച്ച് ഫിറഔന്റെ അധികാരം പിടിച്ചെടുക്കുമെന്ന്, അല്ലെങ്കിൽ ഫിറഔൻ അന്ന് ഉണ്ടായിരുന്ന പവറും അതോറിറ്റിയും ഒക്കെ ഒരു ഇസ്രായേലിയനായ ഒരു മനുഷ്യൻ കാരണം നഷ്ടപ്പെടും എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അവരെ മൊത്തത്തിൽ അല്ലെ, ഇസ്രായേലിനെ വംശത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത ജനറേഷനിൽ ജനിക്കുന്നവരും ഈ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ അവര് വംശത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിനിഷ് ചെയ്യാന്നുള്ളതായിരുന്നു ഫിറഔന്റെ തീരുമാനം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് അവരെ എൻസ്ലീവ് ചെയ്തിട്ട്, അവർക്ക് അടിമപ്പെടുത്തിയിട്ട്, അവർക്ക് കഠിനമായ പീഡനം കൊടുത്ത്, അവരുടെ ആൺമക്കളെ കൊന്ന് പെണ്ണുങ്ങളെ ബാക്കിയാക്കി, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവരുടെ ഒരു പ്രസൻസേ വേണ്ട, അവർ അങ്ങനെ ഒരു ഭീഷണിയെ വേണ്ട. ഇനി പെണ്ണുങ്ങൾ ബാക്കിയായാലും പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ ഈജിപ്ഷ്യൻസിന്റെ കുട്ടികളായിരിക്കും, പിന്നെ ഇസ്രായേലിയരുടെ കുട്ടികൾ ആവില്ല. അങ്ങനെ ഇസ്രായേലി വംശമേ ഇല്ലാണ്ടാവും. ഇനി വേറൊരു റീസൺ എന്താന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, അതായത് ബനി ഇസ്രായേല് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ദീനും കാര്യങ്ങളൊക്കെ പോയി അങ്ങേയറ്റം കറക്റ്റഡായി, അങ്ങേയറ്റം മോശം, അവരുള്ള റിലീജിയസ് ആളുകൾ തന്നെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആയി. നമ്മൾ പറയുന്നത് അവർ തത്ലൂനൽ കിതാബിലെ, അവർ ഗ്രന്ഥം അറിയുന്നവരാണ്, ബുക്ക് വായിക്കുന്നവരാണ്, പക്ഷെ അത് ഫോളോ ചെയ്യാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവര് തിന്മ ചെയ്യാന്ന് പറയുന്നത് അറിവില്ലായ്മ ഉള്ളവർ ചെയ്യുന്നതിനേക്കാളും മോശപ്പെട്ട തിന്മകളായിരിക്കും. അവര് വഴികേടിലാവാന്ന് പറഞ്ഞാല് സാധാരണക്കാര് വഴികേടിലാവുന്നതിനേക്കാളും അപ്പുറം ആയിരിക്കും. അങ്ങനെ ബനി ഇസ്രായേൽ അങ്ങേയറ്റം കറപ്റ്റഡ് ആയപ്പം അവരെ കൊണ്ട് ഈജിപ്ഷ്യൻസിന് താങ്ങാൻ പറ്റാണ്ടായി, അവരെ കൊണ്ട് ഈജിപ്ഷ്യൻസിന് ബുദ്ധിമുട്ടായി, പ്രയാസമായതുകൊണ്ട് ഈ ശല്യം അങ്ങ് തീർത്തേക്കാം എന്നുള്ള ഒരു കാരണത്താലും കൂടിയാണ് ഫിറഔൻ ഇപ്രകാരം ബനി ഇസ്രായേലിന്റെ ഉന്മൂലനാശനത്തിന് വേണ്ടി ശ്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇനി മൂന്നാമതൊരു റീസൺ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു ശിക്ഷയായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാരണം മൂസ അലൈഹിസ്ലാം അവരുടെ ഇടയിലേക്ക് വന്നപ്പം ബനി ഇസ്രായേലിൽ മൂസ അലൈഹിസ്ലാമിൽ വിശ്വസിക്കാൻ തുടങ്ങി. മൂസ അലൈഹിസ്ലാമിൽ വിശ്വസിച്ചപ്പോൾ മെല്ലെ മെല്ലെ അവര് ഫിറഔനെതിരെ ചോദ്യം, അതായത് അവർക്കൊരു ആള് വന്നല്ലോ, ഫിറഔനെതിരെ മെല്ലെ ചോദ്യം ചെയ്യാനും അവരുടെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തി. അപ്പം അതും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അവരെ അടിച്ചമർത്താൻ വേണ്ടി കൂടിയാണ് ഇപ്രകാരത്തിൽ ഉന്മൂലനാശനത്തിന് വേണ്ടി ശ്രമിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അറാഫിൽ 27-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, വഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔന അതദറു മൂസ വഖൗമുഹു ലിയുഫ്സിദു ഫിൽ അർദ് വയദറാക വആലിഹതക. ഫിറഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും അങ്ങയെയും അങ്ങയുടെ ദൈവങ്ങളെയും തള്ളിപ്പറയാനും അങ്ങ് മൂസയെയും അവന്റെ ആൾക്കാരെയും സ്വതന്ത്രമായി വിടുകയാണോ?
ഫിറോവിന്റെ ആളുകൾ അല്ലെ, ആലി ഫിറോവിനിൽ പെട്ട ആൾക്കാർ ചോദിക്കുന്നതാണ്. അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ, കുഴപ്പക്കാരായി മാറുകയാണ് അവര്. അതുമല്ല, അങ്ങയും തള്ളി പറയുന്നുണ്ട്, അങ്ങയുടെ ആൾക്കാരെയും തള്ളി പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള മൂസനെ ആൾക്കാരെയും നീ വെറുതെ വിടുകയാണോ? അപ്പം ഫിറോന്റെ മറുപടിയാണ് കാല സനുഖത്തിലു അബ്നാഅഹും വനസ്തഹീ നിസാഅഹും. ഫിറോൻ പറഞ്ഞു, നാം അവരുടെ, അതായത് ഇസ്രായേലിയരുടെ ആൺമക്കളെ കൊന്നെടുക്കുകയും അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് ഒരു പണിഷ്മെന്റ് ആയിട്ട്, കാരണം എനിക്ക് അവരെ ഉള്ള എന്തായാലും അധികാരം ഉണ്ടല്ലോ അല്ലെ, അപ്പം അതുകൊണ്ട് അവർക്ക് എന്റെ പവർ കാണിച്ച് ഞാൻ കൊടുക്കാം. കാരണം എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന അവര് അറിയട്ടെ എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് എന്റെ പവർ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ബനി ഇസ്രായേലിനെതിരെ ഫിറോൻ പവർ യൂസ് ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് തിരിച്ചൊന്നും ചോദിക്കാനുള്ള പവർ ഇല്ല. കാരണം ഫിറോനാണ് ഭരണാധികാരി അല്ലെ, ഫിറോവിന്റെ സമൂഹമാണ്, ഫിറോവിന്റെ രാജ്യമാണ്, ഫിറോവിന്റെ അധികാരമാണ്, സാമ്രാജ്യമാണ്. അതുകൊണ്ട് എനിക്ക് പവർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു കൊടുക്കാം. അത് എനിക്കെതിരെ ശബ്ദം ഉയർത്താൻ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പവർ കാണിച്ചു കൊടുക്കാം. എനിക്ക് അവരെ കൊല്ലാൻ പറ്റും, അതുകൊണ്ട് ഞാൻ അവരെ കൊല്ലും. എനിക്ക് അവരെ പീഡിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് ഞാൻ അവരെ പീഡിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലും കാണുന്ന, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ തന്നെ ഇടയിൽ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, നമുക്കൊരു ഇത്തിരി അതോറിറ്റി, ഒരു ഇത്തിരി പവർ എവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലേശം പവർ കുറഞ്ഞ ആളുകളെ ഒന്ന് പീഡിപ്പിക്കുക ഏതെങ്കിലും രീതിയിൽ. അത് ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു രീതിയിൽ. നമ്മളിപ്പോൾ വീട്ടിലെടുത്ത് നോക്കുമ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ അവരെ അടിച്ചാൽ അവർ തിരിച്ചടിക്കൂല നമുക്ക് ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഭയങ്കരമാണ് അല്ലെ, എന്തെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ അപ്പൊ കൈ പോകും. ഇപ്പോഴും ഉണ്ട് കൈ പൊങ്ങുന്ന ഉമ്മമാര്. അപ്പൊ ഒച്ചയും വിളിയും ബഹളമാണ്. കാരണം അവര് തിരിച്ചു ചെയ്യൂല എന്ന് ഉറപ്പുണ്ട്. ഇതേ പേടിപ്പിക്കല് ചിലപ്പം ഈ പറഞ്ഞ ഉമ്മമാര് ചിലപ്പോൾ ഭർത്താവിന്റെ അടുത്ത് എടുത്തോളണമെന്നില്ല. കാരണം നല്ല പണി കിട്ടും അപ്പൊ അല്ലെ, അവരുടെ അടുത്ത് വളരെ മാന്യരായിരിക്കും. പക്ഷെ മക്കളെ നേരെ ഒച്ചയും വിളിയും ബഹളവും അടിയും ഒക്കെ അല്ലെ. അപ്പം എന്തുകൊണ്ടാ? എനിക്ക് അധികാരമുണ്ട്, അധികാരം കാണിക്കാം. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് പല സ്ഥലങ്ങളിലും ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അല്ലെ, ഇൻലോസിന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം എന്താണ് പീഡനങ്ങൾ കാരണം ആത്മഹത്യകൾ. അവിടെയും ഇത് തന്നെയാണ്. കാരണം ഈ വരുന്ന മരുമകൾക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റൂല, റിയാക്ട് ചെയ്യാൻ കഴിയൂല, അവരുടെ ആ ഒരു കഴിവുകേട്. അപ്പൊ എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് പീഡിപ്പിച്ചേക്കാം. അപ്പം ഇത് തന്നെയാണ് ഫിറഔനും ചെയ്തത്. എനിക്ക് അധികാരമുണ്ട്, അവരെനിക്കെതിരെ ശബ്ദം ഉയർത്തണ്ട, എന്നാ പിന്നെ അങ്ങ് പീഡിപ്പിച്ചേക്കാം. എന്റെ പൊസിഷനും പവറും എന്താണെന്ന് അവരൊന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം സഹ്യൂന നിസാഅക്കും അല്ലെ, അതുവരെ നമ്മൾ കണ്ടു ഏത് രീതിയിലാണ് പീഡിപ്പിക്കപ്പെട്ടത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് വഫീ ദാലിക്കും, നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്ത് ദാലിക്കും? ഈ ദാലിക്കും എന്ന് പറയുന്നത് എന്താണ്? അവര് ഫിറഔന്റെ കൈക്ക് അനുഭവിച്ച പീഡനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്തൊക്കെയാണ് ഫിറഔന്റെ കൈക്ക് അവർ അനുഭവിച്ചത്? യസൂമൂനക്കും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. അപ്പം ഇതൊക്കെ എന്താണെന്നാ പറയുന്നത്? ബലാഉൻ, ഒരു പരീക്ഷണമാണ്. ആരിൽ നിന്ന്? മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള. അദീം, വളരെ മഹത്തരമായ, വളരെ കടുത്ത ഒരു പരീക്ഷണമാണ്. ബലാഇന്റെ വിശേഷണമാണ് ഇവിടെ അദീം. ഓക്കെ, റബ്ബിന്റെ അല്ല. അപ്പം ബലാഉം മിർ റബ്ബിക്കും അദീം, നിന്റെ റബ്ബിൽ നിന്ന് വളരെ കടുത്ത ഒരു പരീക്ഷണമാണ് ഇതൊക്കെ. അപ്പം എന്തായിരുന്നു ആ കടുത്ത പരീക്ഷണം അല്ലെ? ഫിറഔന്റെ ആളുകൾ കൊടുത്ത ടോർച്ചർ അല്ലെങ്കിൽ ആ ഒരു പീഡനം, അതൊക്കെയാണ് ഈ പരീക്ഷണം എന്ന് പറയപ്പെടുന്നത് എന്നാ പറയുന്നത്. നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം. ബലാഉൻ എന്ന് പറയുന്ന വാക്കിന്റെ റൂട്ട് ബ ലാം വാവ്. ബലാ എന്ന് പറയുമ്പോൾ ഒരു പരീക്ഷണം, വളരെ വളരെ കഠിനമായിട്ടുള്ള എന്താ പറയാ, അങ്ങേയറ്റം പ്രയാസമായിട്ടുള്ള, അങ്ങേയറ്റം തീവ്രമായിട്ടുള്ള പരീക്ഷണങ്ങൾക്കാണ് ബലാ എന്ന് പറയുന്നത്. എന്നാൽ ബലാ എന്ന വാക്കിന് അറബിയില് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതായത് അർത്ഥം സെയിം തന്നെ, പരീക്ഷണം തന്നെ, പക്ഷെ അത് എളുപ്പത്തിലൂടെ വരുന്ന പരീക്ഷണം കൂടെ ആവാം. അതായത് വളരെ പ്രയാസത്തിലൂടെ വരുന്ന പരീക്ഷണവും എന്നാൽ എളുപ്പത്തിലൂടെ വരുന്ന പരീക്ഷണവും ആവാം. എളുപ്പത്തിലൂടെ വരുന്ന പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, പണം അല്ലെങ്കിൽ സമ്പത്ത് ഒരു പരീക്ഷണമാണ്. സമ്പത്ത് വളരെ നല്ല കാര്യമാണ് അല്ലെ, നമുക്ക് സമ്പത്ത് ഉണ്ടാവാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. എന്നാൽ സമ്പത്ത് വലിയൊരു പരീക്ഷണമായിട്ട്, വളരെ കഠിനമായിട്ടുള്ള ഒരു പരീക്ഷണമായിട്ട് മാറാറുണ്ട്. അപ്പം അതുപോലെ ഇവിടെ ബലാ എന്ന് പറയുന്ന പരീക്ഷണം എന്നുള്ള വാക്ക് നല്ലതിൽ ഒരു വളരെയധികം മോശപ്പെട്ട ഒരു കാര്യത്തിലൂടെയുള്ള പരീക്ഷണം, വളരെ നല്ല ഒരു കാര്യത്തിലൂടെ പരീക്ഷണമാണെന്നാണ് പറയപ്പെടുന്നത്. ബല എന്നുള്ള വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട്.
അപ്പം ഇവിടുത്തെ മോശപ്പെട്ട പരീക്ഷണം നമുക്ക് മനസ്സിലായി അല്ലേ? ഫിറൗന്റെ ആളുകൾ പീഡിപ്പിച്ചത്, എന്താണ്, ഫിറൗന്റെ ആൾക്കാരും പീഡിപ്പിച്ചത്. യസൂമൂനക്കും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. അതാണ് ഇവിടുത്തെ അതായത് വളരെ മോശപ്പെട്ട പരീക്ഷണം, വളരെ കഠിനമായിട്ടുള്ള പരീക്ഷണം. എന്നാൽ ഇതിന്റെ നല്ല മീനിങ്, അതായത് നമ്മൾ പറഞ്ഞു ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെയുള്ള പരീക്ഷണം കൂടെ വരും അല്ലെ. അപ്പം അത് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? പണ്ഡിതന്മാർ പറയുന്നത് ഇവിടുത്തെ വഫീദാലിക്കും എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് മാത്രമല്ല, അതായത് യസൂമൂനക്കും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും മാത്രമല്ല, അത് വേറൊരു കാര്യം കൂടെ ഉദ്ദേശിച്ചാ പറയുന്നത്. എന്ത്? വഇദ് നജൈനാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. നജാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വലിയ രീതിയിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവരെ. അപ്പം അത് എളുപ്പത്തിലൂടെയുള്ള ഒരു പരീക്ഷണമാണ്. അപ്പൊ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയത് അവർക്ക് ഒരു പരീക്ഷണമാവുന്നത്? രക്ഷപ്പെടുത്തി കഴിഞ്ഞാല് അവര് നന്ദിയുള്ളവരാവണം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔന്റെ പിടിയിൽ നിന്ന്, ഫിറഔന്റെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള അവരെ രക്ഷപ്പെടുത്തി. അപ്പം അവർക്ക് കിട്ടിയ വലിയൊരു പരീക്ഷണം എന്താ? അപ്പൊ അവിടെ അവര് നന്ദിയുള്ളവരാവണം. അവര് വളരെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു എളുപ്പമാണ് ഇതിൽ കൊടുത്തത് അല്ലേ. അവിടെ നന്ദിയുള്ളവരാവാന്നുള്ളതാണ് അവരുടെ പരീക്ഷണം. അതോ അല്ല അവര് നന്ദികേട് കാണിക്കുവോ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അദീം. അപ്പൊ ബലാഉന് രണ്ടർത്ഥമുണ്ട്. രണ്ട് കാര്യങ്ങളും ഇവിടെ ബലാഉൻ കൊണ്ട് റെഫർ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഫിറഔന്റെ ആളുകൾ അതികഠിനമായിട്ട് അവരെ പരീക്ഷിച്ചത് അല്ലെ. യസൂമൂനക്കും സൂഅൽ അദാബ്, വളരെ കഠിനമായ ശിക്ഷ അവരെ കൊണ്ട് തീറ്റിച്ചിട്ടുണ്ട് അല്ലെ. പ്ലസ് യുദബ്ബിഹൂന അബ്നാഅക്കും, അവരുടെ ആൺമക്കളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. വയസ്തഹ്യൂന നിസാഅക്കും, അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ വിട്ടിട്ടുണ്ട്. സ്ത്രീകളെ ജീവിക്കാൻ വിട്ടതിൻ്റെ ഉള്ളിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ, പരീക്ഷണങ്ങളായിട്ടുണ്ട് അല്ലെ. അപ്പൊ വഫീ ദാലിക്കും ബലാഉൻ, അതിനകത്ത് എന്തുണ്ട്? ബലാഉൻ, ഒരു പരീക്ഷണമുണ്ട്. മിർ റബ്ബിക്കും അദീം, നിങ്ങളുടെ റബ്ബിൽ നിന്ന് അതികഠിനമായ ഒരു പരീക്ഷണമുണ്ട്. അപ്പം ഈ ബലാ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടും കൂടെ ഉദ്ദേശിച്ചാണ്. എന്ത്? വഇദ് നജൈനാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷിച്ച പാർട്ടും കൂടെയാണ്. അല്ലാഹു രക്ഷിച്ചത് എങ്ങനെയാ പരീക്ഷണമാവുന്നത്? അത് രക്ഷിച്ചത്, ഇത്രയും പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചത് വഴി അവര് നന്ദിയുള്ളവരാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റിംഗ്, അവർ നന്ദിയുള്ളവരോ നന്ദികേട് കാണിക്കുന്നവരോ ആണോ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ടെസ്റ്റിംഗ് ആണ് അവിടെ അവർക്ക് പരീക്ഷണമായി മാറുന്നത്, അതായത് എളുപ്പത്തിലുള്ള പരീക്ഷണമായിട്ട് മാറുന്നത്. നമുക്ക് ഇതിലുള്ള ലെസൺസ് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മള് സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിലുടനീളം എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അതും ടെസ്റ്റാണ്, പ്രയാസം എടുത്ത് നീക്കിക്കളഞ്ഞാൽ അതും ടെസ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ. അത് നമ്മൾ വലിയ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ പരീക്ഷണത്തിൽ നമ്മൾ എന്താണ് നമ്മളുടെ ടെസ്റ്റ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ, അള്ളാഹുൽ പ്രതീക്ഷ വെക്കുന്നുണ്ടോ, അള്ളാഹുൽ തവക്കുലുണ്ടോ, അള്ളാഹുവിന്റെ സഹായം തേടുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് നീക്കി കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ടെസ്റ്റ്? നമ്മൾ നന്ദിയുള്ളവരാണോ? നമ്മളെ ഇതിൽ നിന്ന് രക്ഷിച്ചതിന്, നമ്മളെ സംരക്ഷിച്ചതിന് നമ്മൾ നന്ദി കാണുന്നുണ്ടോ, നന്ദി കാണിക്കുന്നുണ്ടോ, അതോ നമ്മളത് മറന്നു കളയുന്നവരാണോ? അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് അതല്ലേ. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും രീതിയിലുള്ള പീഡനങ്ങളിൽ നിന്ന്, എന്തെങ്കിലും രീതിയിൽ നമ്മളെ ശത്രുക്കൾ നമ്മളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഏതെങ്കിലും ശത്രുക്കളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് അല്ലാഹു എളുപ്പം തന്നിട്ടുണ്ടെങ്കിൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഫേവറാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിഅമത്താണ്, വളരെ 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 ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പം ആ ഒരു പീഡനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ നന്ദിയുള്ളവര് ആയി മാറുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസവും ഒരു പീഡനവും ബനി ഇസ്രായേൽ അന്ന് അനുഭവിച്ച അതേ ലെവലിലുള്ളത് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ. അന്ന് ഫിറഔന്റെ കൈകൾ കൊണ്ട് ബനി ഇസ്രായേൽ അനുഭവിച്ച പീഡനമേ അത്ര ആ ലെവലിലുള്ള ഒരു പീഡനം നമ്മൾ അനുഭവിച്ചെന്നേ വരില്ല. പക്ഷെ എന്തും
എന്തൊരു പരീക്ഷണം നമ്മൾ മറ്റുള്ളവരുടെ കൈകളാൽ അല്ലെ, അപ്പം ആളുകൾ മറ്റുള്ളവരുടെ അവകാശം തടഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വളരെ റൂഡായിട്ട് പെരുമാറുന്നത്, ആ രീതിയിൽ നമ്മളൊക്കെ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് അല്ലെ. ഇപ്പം ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചർ ഭയങ്കര സ്ട്രോങ് ആണ്, സ്ട്രിക്റ്റ് ആണ്, ടീച്ചർ അടിക്കും എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് കുട്ടി പോവാതിരിക്കുക, അത് ഭയങ്കര എന്താണ്, അവിടെയുള്ള ഒരു ആ കുട്ടിക്കുള്ള ഒരു പരീക്ഷണം തന്നെയാണ് അതിലെ. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ബോസ് ഭയങ്കര റൂഡായിരിക്കുക, നമ്മളടുത്ത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ പെരുമാറുക, വഴക്ക് പറയാം, അല്ലെങ്കിൽ ഒരു വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഇൻലോസ് ഉണ്ടായിരിക്കുക. ഈവൻ സഹോദരി സഹോദരന്മാരെ തമ്മിൽ തന്നെ ഒരു പക്ഷെ അവരുടെ സമ്പത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഇൻസൾട്ടിങ്ങും ചീത്ത പറയലും, അല്ലെങ്കിൽ സ്വന്തം പിതാവിന്റെ സ്വത്ത് തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഭാര്യക്കുള്ള അവകാശം ഭർത്താവ് തടഞ്ഞു വെക്കുക, എന്ത് രീതിയിലുള്ള പരീക്ഷണങ്ങളാണെങ്കിലും, എന്ത് രീതിയിലുള്ള ഒരു പരീക്ഷണങ്ങളാണെങ്കിലും അതായത് നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരു സാഹചര്യം വരും അല്ലെ. അല്ലോ അവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ആകെ നെർവസ് ആയി പോകുന്ന സാഹചര്യം. ഇനി അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹു നമ്മളെ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുടെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. സുബ്ഹാനല്ലാഹ്, വലിയൊരു ബ്ലെസ്സിങ് ആണ് അത്. നമ്മൾ അതിനെ അങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് കാണാറുണ്ടോ? അതിന് നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ? ഇപ്പം പലസ്തീൻ, സിറിയ പോലെയുള്ള രാജ്യങ്ങൾ സുബ്ഹാനല്ലാഹ്, അവര് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് അല്ലെ. അവർ പലപ്പോഴും മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ, അവർക്ക് അവരുടെ സ്വത്തിനും ജീവനും മക്കൾക്കും ഒക്കെ സേഫ്റ്റി കിട്ടുന്ന രീതിയിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ചു പേരെങ്കിലും അങ്ങനെ അൽഹംദുലില്ലാ അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഫേവറാണ് അവരുടെ മേലെയുള്ള അല്ലെ. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷെ നമ്മൾ ആ ഒരു പരീക്ഷണം ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ അതിനെ പരീക്ഷണമായിട്ട് കാണും. ഒരു പക്ഷെ ക്ഷമ കാണിക്കുന്നവരുമായേക്കാം, പക്ഷെ പരീക്ഷണം കഴിയുമ്പം അതിന് നന്ദി കാണിക്കാൻ നമ്മൾ അതിനത്ര സീരിയസ് ആക്കി എടുക്കാറില്ല അല്ലെ. നമ്മൾ മറന്നു പോവാറുണ്ട്. പക്ഷെ നമ്മൾ അതൊരിക്കലും മറന്ന് പോവാൻ പാടില്ല. നമ്മളുടെ പാസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്തെല്ലാം പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയോ, ആ സിറ്റുവേഷൻ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകല് വളരെ സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഞാനത് അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അതിനകത്ത് ഉണ്ടാവുമായിരുന്നു അല്ലെ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മളെ പ്രയാസങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നവൻ, വേറെ ആരും അല്ല അല്ലെ. നമ്മൾ ചുറ്റുപാടും ചിലപ്പം പലരും പല പ്രയാസങ്ങളിലും ഇരിക്കുന്നത് കാണാം. ചിലപ്പോൾ ചിലര് ഒരു ദിവസം 2 ദിവസം കൊണ്ട് ആ പ്രയാസത്തിൽ നിന്ന് മാറ്റും. ചിലരെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. ചിലരെ വർഷങ്ങൾ 2ഉം 3ഉം 5ഉം 10ഉം 20ഉം വർഷങ്ങൾ ഒരേ പ്രയാസങ്ങളിൽ ജീവിക്കുന്നത് കാണാം. അപ്പൊ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു കാലം കൊണ്ട് അത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് അല്ലാഹു മാത്രമാണ് രക്ഷപ്പെടുത്തുന്നത്, വേറെ ആരും അല്ല. ബനി ഇസ്രായേലിനെ ഇത്തരത്തിൽ വളരെയധികം മോശപ്പെട്ട രീതിയിൽ അടിമപ്പെടുത്തുകയും പീഡിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ പീഡിച്ച സാഹചര്യങ്ങളിൽ അല്ലെ, അവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നമ്മള് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട്, നമുക്ക് കേസ് കൊടുക്കാം, അതിനെതിരെ വാദിക്കാം, ശബ്ദമുയർത്താം, സോഷ്യൽ മീഡിയ, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. എന്നാൽ ബനി ഇസ്രായേലിന്റെ ആ ഒരു സമയത്തെ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല, അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ ആരുമില്ല. ഈവൻ അവരുടെ ഇടയിൽ തന്നെയുള്ള കുറച്ച് വെൽത്തി ആയിട്ടുള്ള ധനികരായിട്ടുള്ള ബനി ഇസ്രായേൽ ആൾക്കാർ അവർക്കെതിരെ തിരിഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഖാറൂൻ, അദ്ദേഹം ഒരു ബനി ഇസ്രായേലിയനായിരുന്നു, വളരെയധികം ധനികനായിരുന്നു അല്ലെ. ഖാറൂൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുമായിരുന്നു. പക്ഷെ അയാൾ പോലും ബനി ഇസ്രായേലിനെ വിട്ടു. ബനി ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ബനി ഇസ്രായേലിനെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ പറ്റുള്ളൂ. അടുത്ത ലെസൺ എന്താന്ന് വെച്ചാല്, എന്തൊക്കെ പ്രയാസത്തിലാണെങ്കിലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്.
അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പവറിലെ ഇന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലുള്ള പ്രതീക്ഷ നമ്മൾ വിടരുത്. അള്ളാഹ്ക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും. എന്ത് ട്രബിൾ ആണെങ്കിലും, ഈവൻ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന പ്രശ്നമാണെങ്കിലും അള്ളാഹ്ക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം ബനി ഇസ്രായേലിന്റെ കാര്യം ആലോചിച്ചൊക്കെ, അവരുടെ ആൺകുട്ടികളെ കൊല്ലുക, പെണ്ണുങ്ങളെ വെറുതെ വിട്ടേക്കുക, കുടുംബങ്ങളൊക്കെ അല്ലേ നശിച്ച് പല ഭാഗത്തായി പോയി, അടിമത്വം, പീഡനം, അപമാനം, അവകാശങ്ങളില്ല, സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി. ഇതിനെ ജെയിനാക്കും. അപ്പൊ നമ്മൾ സഹായം എക്സ്പെക്ട് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്നാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന്. ആ ഒരു വിശ്വാസം നമുക്ക് ഒരിക്കലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നഷ്ടപ്പെടാൻ പറ്റില്ല. അള്ളാഹ് സഹായിക്കും. അള്ളാഹു എന്നെ സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹു മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം അനുഭവിക്കുമ്പോഴും, ഓക്കെ, എന്തൊരു പ്രയാസം അനുഭവിക്കുമ്പോഴും അത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരീക്ഷണമാണ്. പക്ഷെ നമ്മൾ വേഗം ആൾക്കാരെയാ പറയല്ലേ, ഓരങ്ങനെ ചെയ്തിട്ടാണ്, ഇവരിങ്ങനെ ചെയ്തിട്ടാണ്, ഓളങ്ങനെ പറഞ്ഞിട്ടാണ്, ഓളതാക്കിയിട്ടാണ്, ഇവരിതാക്കിയിട്ടാണെന്നാ നമ്മൾ വേഗം പറയാം. ഈവൻ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ, ലോകത്തിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ പോലും നമ്മൾ പറയാം, അത് BJP-ക്കാരുടെ കോൺസ്പിറസിയാണ് അല്ലെ, അവര് ഗൂഢാലോചന നടത്തിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ തിരികെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ആയിട്ടാണ്. നമ്മള് ഒരു കാര്യം ആലോചിക്കുന്നില്ല, എന്ത് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആരോ അനുവദിച്ചിട്ടാണ്. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തൊരു പരീക്ഷണവും നമുക്ക് പേഴ്സണലി വരുന്നതാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ഒന്നിച്ചു വരുന്നതാണെങ്കിലും, ആ പരീക്ഷണം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതുകൊണ്ട് മാത്രമാണ്. അത് കാണുമ്പോൾ നമുക്ക് ആൾക്കാരുടെ കൈ കൊണ്ട് വന്നതാന്നൊക്കെ തോന്നും അല്ലേ. നമ്മൾ പറയാറുണ്ട്, എന്നോട് ഒരു മാതിരി പെരുമാറ്റാണ്, എന്തോ ഒരു സ്വഭാവമാണ്, ഭയങ്കര ഹോറിബിളാണ്, ഇത്ര മോശപ്പെട്ട ഒരു ആളെ ഞാൻ കണ്ടിട്ടില്ല. എന്താ, അപ്പൊ അതാരാണെങ്കിലും, അത് ചിലപ്പം പറഞ്ഞ പോലെ നമ്മളെ ഒരു സുഹൃത്താവാം, ബോസാവാം, ഭർത്താവാം, അമ്മായിയമ്മയാവാം. നമ്മൾ പറയും അവരെ ഭയങ്കര മോശമായതുകൊണ്ടാണ് എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയത് അല്ലേ, എന്നോട് ഭയങ്കര ടഫായിട്ടേ പെരുമാറുള്ളൂ, എന്നെ വെറുതെ വിടൂല. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ വേഗം നമ്മൾ ആൾക്കാരെ മേലാണ് പഴിചാരുക. അവര് കാരണമാണ്, അവരിന്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ എനിക്ക് ഇനി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ, എന്നാ അവര് എന്റെ സിറ്റുവേഷൻ മാറിയാലേ എനിക്ക് എന്റെ ജീവിതം മെച്ചപ്പെടുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് കൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അദീം അല്ലേ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. അപ്പം അള്ളാഹു അനുവദിക്കാതെ ഫിറഔന്റെ കൈകൊണ്ട് അവർക്ക് ആ പീഡനം അനുഭവിക്കാൻ പറ്റൂല. നമ്മളുടെ ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും ഇതിൽ അള്ളാഹു അനുവദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഒരു അനുവാദം, അള്ളാഹുവിന്റെ ഒരു ഖദർ അതിലുണ്ടെന്ന് നമ്മൾ ഓർക്കാൻ പലപ്പോഴും മറന്നുപോകും. ആൾക്കാരെ കുറ്റപ്പെടുത്തി, ആൾക്കാരെ പഴിചാരിയും കംപ്ലൈന്റ് ചെയ്തും നമ്മൾ ഇരിക്കും അല്ലെ. ഇനി എന്തിനാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്തരത്തിലുള്ള ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിൽ, പ്രയാസങ്ങളിൽ ഇടുന്നത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടാണ് എല്ലാം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പല റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മളിത് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കാം, എന്നാലും ഈ കോണ്ടെക്സ്റ്റിൽ പറയേണ്ടതുകൊണ്ട് പറയണം. ഒന്നാമത്തെ കാര്യം, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് അല്ലെ. സൂറത്ത് മുൽക്കില് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണം അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്ന അഹ്സനു അമല് ആരുടേതാണ്. അതുകൊണ്ട് നമ്മളുടെ ഓരോ മൊമെന്റും പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ നമ്മൾ 24 ബോക്സസിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. ആ ഓരോ മണിക്കൂറിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ബോക്സിൽ ഓരോ നിമിഷവും നമ്മൾ അഹ്സന അമലാക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങളാണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അഹ്സന അമല് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അഹ്സന അമലുകൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ട് അതിനെ അഹ്സന അമലാക്കാം അല്ലെ. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ നിമിഷവും ഒന്നല്ലെങ്കിൽ വേറൊന്നായിട്ട് പരീക്ഷണങ്ങൾ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ വേറൊന്നായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാവും. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണം മാത്രമാണ്. ഏതൊരാളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ അവര് മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ പറയുന്നവരായിരിക്കാം, എന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. ആരും ചലഞ്ചസ് ഇല്ലാത്ത ഒരു ഭൂമിയിലില്ല.
ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങൾ കാണുന്ന ആളുകൾ പോലും അവർ പല പരീക്ഷണങ്ങളിൽ കൂടെയും കടന്നു പോകുന്നവരായിരിക്കും. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർ പോലും എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതായിരിക്കും. ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ, ലോകത്തിലെ 4-മത്തെയോ 5-മത്തെയോ റിച്ചസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ ചിലപ്പം ക്യാൻസറോ ഇനി അവരുടെ ഒരു മോളോ മോനോ നഷ്ടപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പരീക്ഷണങ്ങൾ. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇനി എന്തിനാണ് ഇതിനെ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയത്? ഒന്ന്, നമ്മൾ അതിൽ നിന്ന് പഠിക്കും അല്ലെ. നമ്മളുടെ ഓരോ പരീക്ഷണങ്ങളും നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹുവേ, നീ എന്നെ പരീക്ഷിക്കല്ലേ, എനിക്ക് താങ്ങാനാവാത്ത തരലേന്ന് നമുക്ക് ദുആ ചെയ്യാം. അതിന്റെ കൂടെ നീ തരുന്നത് വേസ്റ്റ് ആയി പോകരുത്. അതായത് ഞാൻ വെറുതെ ഒരു പരീക്ഷണത്തിന്റെ മേലെ സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അത് ഇഹത്തിലും പരത്തിലും എനിക്കൊരു ഗുണമില്ലാതെ പോലെ ആവരുത് റബ്ബേ. അതിൽ നിന്ന് ഞാൻ പഠിക്കാനുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ അത് നീ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണേ, അതെന്നെ മനസ്സിലാക്കിക്കണേ. നമ്മൾ പാഠം ഉൾക്കൊള്ളാണ്ട് നമ്മൾ പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ പരീക്ഷണത്തിൽ സ്റ്റക്കായി പോവുകയും ചെയ്യും. അതേസമയം പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടെസ്റ്റ് കിട്ടും. അടുത്ത ടെസ്റ്റ് കിട്ടുമ്പോൾ അതിനകത്ത് നിന്നും പാഠം കിട്ടി അടുത്ത ടെസ്റ്റ് കിട്ടും. അങ്ങനെയല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒന്നിനകത്ത് തന്നെ പെട്ട് കരഞ്ഞു കിടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഫുൾ ലൈഫ് പരീക്ഷണം. മാക്സിമം പഠിച്ച് മുന്നോട്ട് പോണതല്ലേ നല്ലത് അല്ലേ, ഒന്ന് തന്നെ പെട്ട് കരഞ്ഞു കിടക്കുന്നതിനേക്കാളും. അപ്പം ഏതൊരു പരീക്ഷണത്തിനെയും ഈസി ആക്കി എടുക്കാൻ പറ്റണം നമുക്ക്. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോഴേ നമ്മൾ ബെറ്റർ ആയിട്ട്, അതായത് സ്വർഗത്തിലേക്കുള്ള ആളുകളായിട്ട് രൂപപ്പെടുള്ളൂ. അല്ലാതെ നമ്മളെപ്പോഴും എല്ലാ പരീക്ഷണങ്ങൾക്കും റെസിസ്റ്റൻസ്, അത് വരാൻ പാടില്ല, ഇത് വരാൻ പാടില്ല, അത് വരാൻ പാടില്ല, അത് വന്നാൽ അതിനെ തള്ളി മറിച്ചിടാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം. അൽഹംദുലില്ലാ, അതിനെ പരീക്ഷണമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലേൺ ചെയ്യാനുള്ള ലെസൺ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് വന്നോളും. എന്തായാലും വരും. അത് വരട്ടെ, വരുമ്പോഴേ നമുക്ക് ബെറ്റർ പേഴ്സൺ ആവാൻ പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും റബ്ബിന്റെ അടുത്ത് തേടിക്കൊണ്ടിരിക്കുക, റബ്ബേ താങ്ങാനാവാത്തത് നീ തരല്ലേ. ഇനി രണ്ടാമത്തത് എന്തിനാണ് പരീക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലം നേടാനുള്ള അവസരമല്ലേ പരീക്ഷണങ്ങൾ അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ 24 മണിക്കൂറിന്റെ ബോക്സ്, അതായത് ഓരോ ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മളായിട്ട് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ചെയ്യുന്ന നന്മകൾ, ഒരു പക്ഷേ ദുആകള്, ദിക്റുകള്, അതൊക്കെ നമുക്ക് ചെയ്യാം. അതേസമയം അതുകൊണ്ടൊന്നും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഗ്യാപ്പുകൾ നമുക്ക് എപ്പോഴാണ് ഫില്ല് ചെയ്യാൻ പറ്റുക? ഈ നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ ഡീൽ ചെയ്യുമ്പോഴാണ്. അൽഹംദുലില്ലാ, ഞാൻ പലരിടത്തും പറയാറുണ്ട്, നമ്മളുടെ മുമ്പിൽ വീണ് കിടക്കുന്ന പല മുത്തുകളും പഴങ്ങളും ഉണ്ടാവും. അത് പെറുക്കാണ്ട് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയ നഷ്ടക്കാരാണ്. നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് തരുന്ന എല്ലാ മുത്തും പഴവും പെറുക്കുക, നമ്മളോട് ഏറ്റവും ടഫായിട്ട് പെരുമാറുന്ന ആളുകളോട് ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുക. സഹിക്കാനല്ല കേട്ടോ പറയുന്നത്, സഹനവും ക്ഷമയും നമ്മളുടെ വ്യത്യാസം നമ്മൾ ഇന്നലെ മനസ്സിൽ ക്ലിയർ ആക്കിയതാണ്. ഏറ്റവും ഭംഗിയായിട്ട്, അത് നമ്മളെ ബാധിക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ഈവൻ നമുക്കൊരു തലവേദന തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, അതിനകത്ത് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിഫലമല്ലേ. ഒരാള് നമ്മളെ അടുത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറി, വളരെ മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടാൻ എന്താ അവസരം? നമുക്ക് മിസ്സാവല്ലേ അവസരങ്ങൾ അല്ലേ. കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ നമുക്കറിയാം, അതിന് ആ വിചാരിച്ച ഹെവിനെസ്സോട് കൂടി നമുക്ക് അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പല ഓട്ടയുള്ള ബക്കറ്റുകളിലാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പ്രതിഫലം കിട്ടാൻ പറ്റും? ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ക്ഷമയോടുകൂടി കടന്നു പോയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ പ്രതിഫലം നേടാൻ പറ്റും അല്ലെ. അപ്പം പ്രയാസങ്ങൾ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ്. അത് നമ്മളെ കൂടുതൽ പഠിപ്പിച്ച് മെച്ചപ്പെട്ട ഒരു മനുഷ്യൻ ആക്കി മാറ്റുകയും ചെയ്യും. പ്ലസ് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടാനുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് അത് ആരും മിസ്സാക്കരുത്. എല്ലാവരുടെ ലൈഫിലും സുബ്ഹാനല്ലാഹ്, അതും എത്ര ഭംഗിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ലൈഫിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അല്ലെ. ഓരോരുത്തരുടെയും ലൈഫിന്റെ ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും വരുന്ന, എനിക്ക് ഈ നിമിഷം വരുന്ന ടെസ്റ്റ് ആവില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം വരുന്നത് വേറെ വേറെ സിറ്റുവേഷനിൽ വേറെ വേറെ ടൈപ്പ് സ്ക്രിപ്റ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എന്തൊരു വലിയ സ്ക്രിപ്റ്റ് റൈറ്റർ സുബ്ഹാനല്ലാഹ്. അതിനുള്ള ഫാക്കൾട്ടീസും അതിനുള്ള കഴിവുകളും റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് അതിനെ നേരിടാനുള്ള. പക്ഷെ നമുക്ക് അറിയൂല. നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ സ്റ്റക്കായിട്ട് നിന്നു പോവാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഉൾക്കൊണ്ടാണ്ട് അത് തന്നെ പറഞ്ഞ് കരഞ്ഞ് അതിലുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടാണ് എന്റെ ജീവിതത്തിൽ വന്നതെന്ന് മനസ്സിലാക്കാണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ പരലോകത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, നമുക്ക് പ്രതിഫലം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. ഓക്കെ, പരീക്ഷണങ്ങൾ കൊണ്ട് നമുക്കുള്ള നേട്ടങ്ങൾ, നമ്മൾ പരീക്ഷണങ്ങൾ കൊണ്ട് ലേൺ ചെയ്യും, ലെസൺസ് ലേൺ ചെയ്യും, പ്ലസ് നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടും. ഇനി
രണ്ടാമത്തെ, അതായത് എന്തിനാണ് പരീക്ഷിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു നമ്മളുടെ ജീവിതം തന്നെ പരീക്ഷണമാണ്. രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ചാല് ഒരുപക്ഷെ നമ്മൾ ചെയ്ത തിന്മകളാവാം, നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മളിൽ നിന്ന് വന്നുപോയ മിസ്റ്റേക്കുകൾ, നമ്മളിൽ നിന്ന് വന്നുപോയ എറേഴ്സ്, അതാവാം നമ്മളുടെ പരീക്ഷണത്തിന്റെ കാരണം. സൂറത്ത് ഷൂറയില് 30-ാമത്തെ ആയത്ത്, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരു ആപത്തും ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്, മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, അതും ഒരു അവസരം അല്ലേ. നമ്മൾ ചെയ്ത തെറ്റിന്റെ കാരണമാണ്, പ്ലസ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കുകയും ചെയ്യാ തെറ്റുകള്. സുബ്ഹാനല്ലാഹ്, ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അവസരം തരാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു വയറുവേദന, വയറ്റൊന്ന് പോക്ക് വരാം, ലൂസ് മോഷൻ വരാം. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുക, എന്നാലും അള്ളാഹ് എനിക്കിത് എന്തിനാ തന്നതെന്നാണോ, അതോ ഞാൻ എന്താ തിന്നത്, എന്ത് തിന്നിട്ടാണ് എനിക്കിത് പറ്റിയതെന്നാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ അതാ ചിന്തിക്കുക അല്ലേ. സുബ്ഹാനല്ലാഹ്, അതിന്റെ റീസൺ എന്താണ്? ഇന്നലെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചതാണോ? പക്ഷെ പരീക്ഷണം വരുമ്പോ നമ്മള് അതോ എന്നാലും എനിക്കിതൊന്ന് റബ്ബ് തന്നീലേന്ന് നമ്മൾ വിചാരിക്കല്ലേ. ഞാൻ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ആലോചിക്കൂല. അപ്പം അതുപോലെ നമ്മൾ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷണങ്ങളും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഫലമായിരിക്കും. ഒരുപക്ഷെ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ ചെയ്ത എന്തോ ആണെന്ന് മനസ്സിലാക്കി അതിന് നമുക്ക് തൗബ ചെയ്യാലോ അല്ലെ. നമുക്ക് ചിന്തിക്കാലോ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, ഇസ്തിഗ്ഫാർ നമുക്ക് ചെയ്യാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് അതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വയഅഫു അൻ കസീർ, മിക്കതും ഞാൻ മാപ്പാക്കുകയും ചെയ്യുന്നു. അതൊരു ചാൻസ് അല്ലേ നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന. ഒരുപക്ഷെ നമുക്ക് ആൾക്കാർ, ഏതെങ്കിലും ഒരാളിൽ നിന്ന് നമുക്ക് മോശപ്പെട്ട എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് ഒരുപക്ഷെ നമ്മൾ അവരോട് ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ ഫലമായിരിക്കും, അവരോട് പറഞ്ഞ മോശപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന്റെ ഫലമായിരിക്കും. നമ്മളൊരു എക്സാം എഴുതിയിട്ട് എക്സാമിന്റെ റിസൾട്ട് മോശമാണെങ്കിൽ പലപ്പോഴും മെജോറിറ്റി സമയത്ത് നമുക്കറിയാം അത് നമ്മൾ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പം ചില സാഹചര്യങ്ങളെങ്കിലും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇത് ഞാൻ ചെയ്ത എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ്, ഞാൻ കഴിച്ചത് എന്തോ കൊണ്ടാണ് എന്റെ വയറിളകിയത്, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാഞ്ഞത് അല്ലെ. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും ഒരു എലമെന്റ് അതുണ്ട്. നമ്മൾ ചെയ്ത എന്തോ ഒരു കാര്യം അതിനൊരു റീസൺ ആയേക്കാം. അപ്പം നമ്മളുടെ പ്രവൃത്തികൾ ഒരു കാരണമാണ്. ഇനി മൂന്നാമത്തെ കാരണം പരീക്ഷണങ്ങളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മളെ പരീക്ഷണത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത്? നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട്, കൊടയാൻ വേണ്ടിയിട്ട്, ഉണർത്താൻ വേണ്ടിയിട്ട്, റിയാലിറ്റി എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ മറന്ന് ജീവിക്കുകയായിരിക്കും. ക്ലാസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും, എന്നാലും എവിടെയോ നമ്മൾ ഇപ്പോഴും അലസതയിലും മറവിയിലും അശ്രദ്ധയിലും ആയിരിക്കും. നമ്മളുടെ അമലുകളൊന്നും, നമ്മളുടെ പ്രവർത്തികളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒന്ന് കൊടയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിക്ക് നീ എന്താ ചെയ്യുന്നതെന്ന്. നിന്റെ സ്വഭാവം മാറാനുണ്ട്, നിന്റെ പെരുമാറ്റം മാറാനുണ്ട്, നിന്റെ പ്രവൃത്തികൾ മാറാനുണ്ട്, നിന്റെ സംസാരം മാറാനുണ്ട്. ഇങ്ങനെയെങ്കിലും നീ യൗമുൽ ഖിയാമ വരുന്നതിന് മുമ്പ്, വിധി നിർണ്ണയിക്കുന്ന ദിവസം വരുന്നതിന് മുമ്പ് ഒന്ന് മാറ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിച്ച് കുലുക്കുന്നതാവാം. സൂറത്ത് സജ്ദയിലെ 21-ാമത്തെ ആയത്ത്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലിയ ആ ശിക്ഷ, അതായത് യൗമുൽ ഖിയാമത്തിൽ വരുന്ന ശിക്ഷ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ മരണത്തിന് ശേഷം വരുന്ന ശിക്ഷ കൂടാതെ ഐഹികമായ ചില ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. ഒരു വേള അവർ മടങ്ങിയേക്കാമല്ലോ. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ ഒരു കാരുണ്യം തന്നെയാണ് അതല്ലേ. നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭൂമിയിൽ നമ്മളെ ഇതുപോലെ പിടിച്ചു കുലുക്കുന്ന പരീക്ഷണങ്ങൾ തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ റബ്ബിലേക്ക് തിരിയൂലായിരുന്നു അല്ലേ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ ഭൂമിയിൽ പിടിക്കും, ഒന്ന് കുലുക്കും, അവരെ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ കൊടുത്ത് അവരൊരു പക്ഷെ എന്നിലേക്ക് മടങ്ങിയാലോ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ആയിട്ടും തിരിയാത്തവരുണ്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം ഒന്ന് മനസ്സിലാക്കി തിരിയാൻ വേണ്ടിയിട്ടുമായിരിക്കാം റബ്ബ് നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്, നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോഴെങ്കിലും അല്ലേ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ വീഴ്ച പറ്റി പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. ഇനിയിപ്പോ സെയിം എക്സാമ്പിൾ എടുക്കുക, പരീക്ഷയിൽ തോറ്റത്, അത് ഞാൻ ചെയ്തതിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണോ, അപ്പൊ ഞാൻ ശരിയായിട്ട് പഠിക്കണമല്ലോ അല്ലെ. അപ്പൊ അത് തിരിച്ചറിവാണ്.
ഒരു കാറിന് ഒരു ആക്സിഡന്റ് പറ്റി, അത് ഞാൻ എൻ്റെ അശ്രദ്ധയാണോ, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി അഹങ്കാരമായിരുന്നോ? അതൊരു തിരിച്ചറിവാണ് അല്ലേ? അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുകൾ, പരീക്ഷണങ്ങൾ വരുമ്പം ചിന്തിക്കുക, എനിക്ക് മാറാനുണ്ടോ, റബ്ബിലേക്ക് തിരിയാനുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്യാറുണ്ട്. എപ്പൊന്നറിയോ? ബാക്കിയുള്ളവരെ കാര്യത്തില്. ഓള കയ്യിലിരിപ്പോണ്ടാണ്, എന്നാൽ ഓൾ അത് അങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം ചിലപ്പോൾ നമ്മൾ നാവുകൊണ്ട് പറയണ്ടാവില്ല, മനസ്സിലേ ഉണ്ടാവുള്ളൂ. അന്നേ എനിക്ക് തോന്നി ഓളെ കളി കണ്ടപ്പോൾ അത് അവിടേക്കാ പോണത് എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ചെയ്യും ഭയങ്കരമായിട്ട്. മറ്റുള്ളവരുടെ ആക്ഷൻസിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്തിട്ട് അവർക്ക് അതുകൊണ്ടാണ് അത് വന്നത്, ഇതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ എനിക്കിത് വന്നത് റബ്ബിലേക്ക് തിരിയാനുള്ള സമയമായി എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുക, ഒന്നിനു പുറകെ ഒന്നായിട്ട്. നമ്മളെപ്പോഴും ഈ പരീക്ഷണത്തിനകത്ത് സ്റ്റക്കാണ് അല്ലേ? അത് ആരെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അത് പറഞ്ഞ് അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കാനാണ് നമുക്കിഷ്ടം. അതിൽ നിന്ന് മുത്തും പഴവും പെറുക്കാനും നമുക്ക് താല്പര്യമില്ല, അതിൽ നിന്ന് ലെസൺസ് ലേൺ ചെയ്യാനും താല്പര്യമില്ല, അതിൽ നിന്നും അള്ളാഹുലേക്ക് തിരിയാനും നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പാപമോചനം തേടാനും നമുക്ക് താല്പര്യമില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷണത്തിലാക്കുന്നത് നമ്മളെ പിടിച്ച് കുലുക്കാൻ, നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേറെ ആരെങ്കിലും വഴി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അനുവദിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് റിയലൈസ് ചെയ്യുക, എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ റബ്ബിലേക്ക് തിരിഞ്ഞോ? ഇനി തിരിഞ്ഞത് മതിയായിട്ടില്ല, ഇനിയും ഞാൻ ഒരുപാട് മുന്നോട്ട് പോവാനുണ്ടോ? പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക എപ്പോഴും, എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും. കാരണം നമുക്കറിയില്ല നമ്മളെ കൈകൾ ചെയ്തു വെച്ചതാണോ ഇതിന് കാരണം എന്ന്. ആണെങ്കിലും അല്ലെങ്കിലും അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹുലേക്ക് മടങ്ങാൻ അവസരം തരുന്നു പറയുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ പരീക്ഷണങ്ങൾ ഇല്ലെങ്കിൽ എന്ത് നഷ്ടക്കാരല്ലേ നമ്മള്. അള്ളാഹു തന്നിട്ടുള്ള കാരുണ്യങ്ങളിൽ പെട്ടതാ ഇതൊക്കെ. നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ലെസൺസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് റബ്ബിലേക്ക് മടങ്ങുന്ന ചിന്ത തരാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. നാലാമത്തെ കാരണം പരീക്ഷിക്കുന്നതിന്റെ, നമ്മളുടെ റാങ്ക് ഉയർത്താൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ മിക്കവാറും നമ്മൾ സ്വയം അഭിമാനിക്കുന്ന ഒരു കാര്യം. അള്ളാഹു ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കും. നമുക്കത് മാത്രമേ ഉള്ളൂ അല്ലേ? എനിക്ക് പഠിക്കാനും തന്നതല്ല, ഞാൻ ചെയ്തു പോയ തെറ്റ് പൊറുക്കാനും തന്നതല്ല, അള്ളാഹുലേക്ക് തിരിയാനും തന്നതല്ല, അള്ളാഹു ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കുന്ന. നമുക്ക് ഭയങ്കര സന്തോഷം അത് പറയുമ്പോൾ. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വിഷമിക്കേണ്ട, അള്ളാഹു ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കുന്ന, അതും ഒരു കാരണമായേക്കാം. അൽഹംദുലില്ലാഹ്, അങ്ങനെ ആവട്ടെ. പക്ഷെ നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് ആദ്യത്തെ 3 കാരണങ്ങളിലാണല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ റാങ്ക് ഉയർത്താനും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അള്ളാഹുവിന്റെ കാഴ്ചയിൽ പരലോകത്ത് സ്വർഗത്തിൽ നമ്മുടെ ദറജകൾ ഉയർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത്തരത്തിൽ പരീക്ഷിക്കട്ടെ നമ്മളല്ലേ. അതിൽ വിജയിക്കാനും നമ്മളെ കൊണ്ട് പറ്റട്ടെ. എന്നാൽ നമുക്ക് താങ്ങാനാവാത്ത പരീക്ഷണം റബ്ബ് തരാതെയും ഇരിക്കട്ടെ. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ വീക്കാണ്, നമ്മൾ പതറിപ്പോവും. റബ്ബിന്റെ സഹായം ഇല്ലെങ്കിൽ എന്ത് പരീക്ഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ട്രോങ് ആണ്, എത്ര ഈമാനുണ്ട്, എത്ര ഇൽമുണ്ട്, എത്ര അമലുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. റബ്ബിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ നമ്മൾ പതറിപ്പോവും. അതുകൊണ്ട് റബ്ബ് താങ്ങാനാവാത്ത പരീക്ഷണം തന്നാൽ നമ്മൾ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. എന്നാലും നമുക്ക് തന്ന പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് വിജയിക്കാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ, റബ്ബിന്റെ സഹായം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു, നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് റാങ്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ പ്രവാചകന്മാരും അല്ലെ, സുബ്ഹാനല്ലാഹ്, എല്ലാവരും പരീക്ഷിക്കപ്പെട്ടവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉടനീളം പീഡനം, മദീനയിൽ വേറെ പല രീതിയിലുള്ള പ്രയാസങ്ങളും വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് ഒരു ജീവിതത്തിൽ എന്ത് പ്രയാസം വരാമോ ആ പ്രയാസങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്ത് പ്രയാസം ഒരാൾക്ക് ജീവിതത്തിൽ വരാവോ, സാമ്പത്തികമാണോ ഉണ്ട്, കുടുംബപരമാണോ ഉണ്ട്, സാമൂഹികമാണോ ഉണ്ട്, മതപരമാണോ ഉണ്ട്, രാഷ്ട്രീയപരമാണോ ഉണ്ട്, എല്ലാ പരീക്ഷണങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അറക്കാൻ പറഞ്ഞു അല്ലെ. വേറൊരു മകനെ മരുഭൂമിയുടെ നടുവില്, ഒരു തുള്ളി വെള്ളം ഇല്ലാണ്ട്, ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത, ഒരു മരം ഇല്ലാത്ത, ഒരു ഷെയ്ഡ് ഇല്ലാത്ത, ആളുകളില്ലാത്ത ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. യൂസുഫ് അലൈഹിസ്സലാം വളരെ ചെറിയ പ്രായത്തില് ഒരു പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടു. യാക്കൂബ് അലൈഹിസ്സലാം ഏറ്റവും പ്രിയപ്പെട്ട മോനെ നഷ്ടപ്പെട്ട് വർഷങ്ങളോളം ജീവിക്കേണ്ടി വന്നു. അയ്യൂബ് അലൈഹിസ്സലാം ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു, എല്ലാം ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരും അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും ഭയങ്കര തെറ്റ് ചെയ്തവരായിട്ടാണോ? അല്ല. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അങ്ങേയറ്റം തിന്മ ചെയ്തതുകൊണ്ടാണ് പരീക്ഷിച്ചത്. സുബ്ഹാനല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ക്ഷമ, അല്ലെ, അവർ ക്ഷമ കാണിച്ചു, അവർക്ക് പ്രതിഫലം കൊടുത്തു റബ്ബ്. അവരുടെ ദറജ ഉയർത്തിക്കൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ സഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരായിരിക്കും. അതിനുശേഷം അതിനടുത്ത ബെസ്റ്റ് ആളുകൾ, അതിനുശേഷം അതിനടുത്ത ബെസ്റ്റ് ആൾക്കാർ. അതായത് ആളുകൾ പരീക്ഷിക്കപ്പെടുന്നത് അവരുടെ ഈമാനിന്റെ ലെവലിനനുസരിച്ച്, അവരുടെ ദീനിൽ അവർ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിനനുസരിച്ചാണ് ആളുകൾ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വെറുതെ വരുന്നതല്ല, ഒരു കാരണവുമില്ലാതെ വരുന്നതല്ല. അതിനൊരു റീസൺ ഉണ്ട്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദമുണ്ട്. അപ്പം പ്രയാസങ്ങൾ വരുമ്പം ചിന്തിക്കുക, റിഫ്ലക്ട് ചെയ്യുക. പരാതി പറഞ്ഞ് കൂട്ടുന്നതിനേക്കാളും, ആരെങ്കിലും കുറ്റം പറഞ്ഞ് സമയം കളയുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഒരു ചാൻസിനെ എങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന ഈ മുത്തുകളും പവിഴങ്ങളും ഡയമണ്ട്സും എങ്ങനെ വാരി പെറുക്കി എൻ്റെ ഈ ബോക്സിനകത്ത് നിറയ്ക്കാം. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞപ്പം നമ്മൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക ഇതാണ്, അല്ലെ, നല്ലോണം നിസ്കരിക്കണം, നല്ലോണം ദുആ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അത് മാത്രമല്ല, നമുക്കിങ്ങനെ വീണ് കിടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അതും കൂടെ കളക്ട് ചെയ്തിട്ട് അതിനകത്ത് ഇടണം. സുബ്ഹാനല്ലാഹ്. അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഹസ്ബൻഡ് വരികയാണ്, നമ്മൾ കാര്യമായിട്ട് സുന്നത്തൊക്കെ നിസ്കരിച്ച് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഖുറാനോ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് ആ ബോക്സ് നിറയ്ക്കണമല്ലോ, ഞാൻ അത് ചെയ്യട്ടെ എന്ന് മൂപ്പരടുത്ത് മോശമായിട്ട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് നമ്മളെ മുമ്പിൽ വീണ് കിടക്കുന്ന ഒരു മുത്തയക്കാം, ഒരു പഴയക്കാം. ചിലപ്പോൾ അത് പെറുക്കിയിട്ടാൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നമുക്ക് പ്രതിഫലം കിട്ടിയേക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന അവസരങ്ങളെ മാനിക്കുക, ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ നന്ദിയുള്ള ഒരു അടിമയാണോ? എൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എടുത്ത് മാറ്റിയതിൽ, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ രക്ഷിച്ചതിൽ ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഞാൻ അനുസരണയുള്ള ഒരു അടിമയാണോ? ഞാൻ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാഹുവിന്റെ അവകാശങ്ങൾ കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ? അതോ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിർത്തുകൊണ്ടാണോ? അതായത് എല്ലാത്തിലും ഞാൻ എൻ്റെതായ ഒരു റീസൺ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണോ? ആരെങ്കിലും അവരത് ചെയ്തതുകൊണ്ടാണ് അവരെന്നാലും അത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണോ ഞാൻ നിൽക്കുന്നത്? അതോ ആ മുത്തും കൂടെ പെറുക്കി ഞാൻ ഇടാൻ നോക്കുകയാണോ? എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ ഒരാളെടുത്ത് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട്, അല്ലെ, അവരിങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളിൽ പെടുന്നുണ്ടോ? അപ്പം ഞാൻ മാറിയേ മതിയാവൂലെ എൻ്റെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ, എൻ്റെ പരീക്ഷണങ്ങളിൽ എനിക്ക് മെച്ചപ്പെടണമെങ്കിൽ. പക്ഷെ ഒരൊറ്റ പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ സ്വയം മെച്ചപ്പെടുക, നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് എന്ന് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് എല്ലാം അങ്ങോട്ട് മാറിപ്പോകുന്ന ആരും വിചാരിക്കേണ്ട. പലരും അത് പറയാറുണ്ട്, ഓ ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ എന്താ പറഞ്ഞേ, ഈ ജീവിതം മുഴുവൻ പരീക്ഷണമാണെന്നല്ലേ. അപ്പം നമ്മൾ സ്വയം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അള്ളാഹുലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ എളുപ്പമായി മാറും. സുബ്ഹാനല്ലാഹ്. പരീക്ഷണങ്ങൾ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. യാക്കൂബ് അലൈഹിസ്ലാം, യൂസുഫ് അലൈഹിസ്ലാം, അവരൊക്കെ ജീവിതത്തിൽ വന്നത് അവർ ഭയങ്കര കഠിനമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല, അല്ലെ. നമുക്കറിയാം അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റാങ്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർക്കൊക്കെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞപ്പം, വളരെ കഠിനമായ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും അവര് വളരെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. നമുക്കൊക്കെ മാതൃകയായിട്ട് അവർ അതിനെ ഹാൻഡിൽ ചെയ്തു. അതാണ് ഉണ്ടാവാൻ പോണത് പരീക്ഷണത്തിന് ശരിയായ രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അല്ലാതെ പരീക്ഷണങ്ങൾ മൊത്തം ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറുന്നൊന്നുമല്ല, ഉണ്ടാവണം. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ, അല്ലെ, അടിമയായിട്ട് വിറ്റപ്പോ ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ തീർന്ന്, അല്ലെ, പ്രശ്നം കച്ചറമയായിരുന്നു, പരാതിയും സങ്കടവും കരച്ചിലും. പിന്നെ നമ്മളെ നിസ്കാരമൊക്കെ ഒരു നിസ്കാരമായിരിക്കും, അല്ലെ, ആർക്കോ വേണ്ടിയുള്ള. പക്ഷെ യാക്കൂബ് അലൈഹിസ്ലാമും യൂസുഫ് അലൈഹിസ്ലാമും മാതൃകകളായി മാറുക ചെയ്തത്. അവർ ആ മുത്തും പഴവും നല്ല രീതിയിൽ പെറുക്കിയെടുത്തു എന്ന് മാത്രമല്ല, അതിനെ അവർ ഒന്നുകൂടെ പോളിഷ് ചെയ്തു. അതിന്റെ മുകളിൽ അവര് നല്ല പെർഫ്യൂം അടിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മള് അത് പെറുക്കിയെടുത്ത് പെട്ടിയിലിടുന്ന കാര്യത്തിൽ പോലും നമ്മള് ഫെയിലിയർ ആണ്. സുബ്ഹാനല്ലാഹ്. അവര് ക്ഷമ കാണിച്ചു. യൂസുഫ് അലൈഹിസ്ലാം അങ്ങേയറ്റം ക്ഷമ കാണിച്ചു, അല്ലെ. അദ്ദേഹം ഒരു മുഹ്സിനായി മാറുകയായിരുന്നു ആ സാഹചര്യം ഉപയോഗിച്ചിട്ട്.
നമ്മളാണെങ്കിലോ നമ്മളെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് ചെയ്ത അതിനേക്കാളും മോശമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മത്സരിക്കും. ഓ, അവരെന്നോട് ഇത് ചെയ്തു, അതുകൊണ്ട് എനിക്ക് അവരോട് അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ജയിലിൽ ആളുകൾ മൊഹസിൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ ജയിലിലുള്ള ഒരാളെ മൊഹസിൻ എന്ന് വിളിക്കുന്നത്? അപ്പം നമ്മളെ ജീവിതത്തില് പ്രയാസങ്ങൾ വരുമ്പോലെ ഇപ്പം ഇവരൊക്കെ ചെയ്ത പോലെ, ഇപ്പൊ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അവരാ മുത്തും പഴവും പെറുക്കിയെടുത്തത് മാത്രമല്ല, ഈ ജയിലിൽ നിന്ന് മൊഹസിൻ എന്ന് വിളിക്കണമെങ്കിൽ അവരെ പെറുക്കിയെടുത്ത മുത്തിനും പവിഴത്തിനും പോളിഷ് ചെയ്തവരും കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുമ്പിൽ മാതൃകകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അപ്പം പ്രയാസങ്ങൾ വരുമ്പം റിഫ്ലക്ട്, ചിന്തിക്കുക, എന്തൊക്കെയാണ് എനിക്ക് തിരുത്താനുള്ളത്. എല്ലാ അവസരങ്ങളും എന്നെ തിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ബാക്കിയുള്ളവരെ തിരുത്താനല്ല. നമ്മൾ എത്രത്തോളം ബാക്കിയുള്ളവരെ തിരുത്താൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അത്രത്തോളം നമ്മളെ തിരുത്തുന്ന കാര്യത്തിൽ ഫെയിലിയർ ആയിരിക്കും. നമ്മൾ എത്രത്തോളം നമ്മളെ തിരുത്താൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ എളുപ്പങ്ങൾ വരും. കൂടുതൽ കൂടുതൽ ഇൽമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചേരും. അതായത് നമുക്ക് ഇൽമ കൊണ്ട് ആ ഗുണം ഉണ്ടാവണം അല്ലെ. നമ്മൾ ആ ഇൽമ നേടിയിട്ട് നമ്മളെ തിരുത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അത് വീണ്ടും കന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഓരോ ഇൽമ കിട്ടുമ്പോഴും എന്നെ എവിടെയെങ്കിലും തിരുത്താനുണ്ടോ എന്ന് നോക്കുക. ഓരോ പരീക്ഷണം വരുമ്പോഴും ഇത് ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റാണോ, ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലേൺ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാൻ തിരിഞ്ഞത് പോരെ. റബ്ബിന്റെ അടുത്ത് തന്നെ ചോദിക്കുക, റബ്ബേ ഞാൻ നിന്റെ അടുത്തേക്ക് തിരിഞ്ഞത് പോരെ, ഇനിയും ഉണ്ടോ, അടുത്ത സ്റ്റെപ്പ് എന്താ, നീ കാണിച്ചതാ റബ്ബേ. എപ്പോഴും ഞാനും റബ്ബും തമ്മിലുള്ള ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, അത് ഭയങ്കര ക്ലോസ് ആക്കി വെക്കുക. എന്തും ഏതും പച്ചക്ക് തുറന്ന് പറയാനും ചോദിക്കാനും കരയാനും ചിരിക്കാനും പറ്റുന്ന ഒരു കണക്ഷൻ റബ്ബുമായിട്ട് ഉണ്ടാക്കുക. നമുക്കൊന്നും പേടിക്കണ്ട. പിന്നെ ഭൂമിയിൽ എന്ത് പരീക്ഷണം വന്നോട്ടെ, എന്ത് പരീക്ഷണം വന്നോട്ടെ, റബ്ബ് ഉണ്ടാവും നമ്മളെ കൂടെ. നമുക്ക് ഒരാളോടും പറഞ്ഞ് ആശ്വാസം കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഏത് പരീക്ഷണവും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെ മുത്തും പഴമാക്കി മാറ്റാൻ പറ്റും, അത് പെറുക്കി നമ്മുടെ ബോക്സിൽ ഇടാൻ പറ്റും. എന്നിട്ട് അതിനെ നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റട്ടെ. റബ്ബ് അതിനുള്ള എളുപ്പവും തൗഫീഖും ധൈര്യവും ക്ഷമയും ഒക്കെ നമുക്ക് തരട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള ഇൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. ആമീൻ. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അദീം. അപ്പൊ ഏതും റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണ്, റബ്ബ് അനുവദിച്ചിട്ടുള്ള പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പഠിക്കുന്ന ഓരോ ഇൽമും നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, വളരെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റബ്ബ് തൗഫീഖ് തരട്ടെ. ഈ ഒരു ഇൽമ ഖുർആൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ ഒരു പ്രാവശ്യം ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അടുത്ത ലെവൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. സത്യം പറയുകയാണെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ജീവിതത്തിൽ അല്ലേ. ബാക്കി നമ്മളെ ജീവിതത്തിന്റെ സൈഡിൽ കൂടെ പോകുന്നത് ഒന്നും നമുക്കൊരു പ്രശ്നമേ അല്ലാണ്ടാവും. ഇത് ശരിയായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ റബ്ബ് അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.